അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പോലീസ് എഴുതിയെടുക്കുന്നതിന് ഇടയ്ക്ക് ഏതോ ഒരു കോള് CIക്ക് വരികയാണ്. അപ്പോൾ CI സർ എന്ന് പറയുന്ന മറുപടി അത്രയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോഴാണ് CI പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ കൂടെ സ്റ്റേഷൻ വരെ വരണം. പേടിപ്പിക്കാനൊന്നും വരില്ല. അങ്ങനെയൊന്നും കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ UDFും പിന്തിരിഞ്ഞു പോകില്ല. നിങ്ങൾ ഏകാധിപതി പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും ഒരു പേടിയില്ല. ഞങ്ങളെല്ലാം നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും വീട്ടിൽ വന്നിട്ട്. സ്വർണ്ണക്കൊള്ളക്കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെവിയിലോ മുഖത്തോ പിടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓമനിക്കുന്ന വ്യാജ ചിത്രം പങ്കുവച്ചത് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യൻ. കലാപാഹ്വാനത്തിന് കേസെടുത്തത് കേരള പോലീസ്. AI ചിത്രം ഡിലീറ്റ് ചെയ്തത് N സുബ്രഹ്മണ്യൻ. വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് കേരള പോലീസ്. പോലീസ് സ്റ്റേഷന് മുന്നിൽ പോറ്റിയെ കയറ്റിയ പാട്ടുപാടിയത് യൂത്ത് കോൺഗ്രസ്. കണ്ടുനിന്നത് പാട്ട് എഴുതിയതിന് കേസെടുത്ത കേരള പോലീസ്. ചിത്രം പ്രചരിപ്പിക്കാൻ ആഹ്വാനം ചെയ്തത് പ്രതിപക്ഷം. ആഹാ, അന്തസ്. സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ ജെക്സി തോമസ് CPMൽ നിന്ന്, VR അനൂപ് കോൺഗ്രസിൽ നിന്ന്, മനു പ്രസാദ് BJPയിൽ നിന്ന്, N സുബ്രഹ്മണ്യത്തെയും നമ്മൾ ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അല്പസമയത്തിനകം. VR അനൂപ് കേൾക്കാമോ? VR അനൂപ്, കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം അഡപടലം, പ്രതിപക്ഷ നേതാവടക്കം പിന്നണിയിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കാൻ മാത്രം എന്ത് മഹത്തായ കൃത്യമാണ് നിങ്ങളുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യൻ ചെയ്തത്? മുഖ്യമന്ത്രിയുടെ വ്യാജ ചിത്രം പ്രചരിപ്പിച്ചതോ? മാധു, N സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്തോട്ടെ, AIയുടെ പേരിലോ എന്തിൻ്റെ പേരിലോ അറസ്റ്റ് ചെയ്യാം. അതിനൊന്നുമല്ലല്ലോ പ്രശ്നം. അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തിൻ്റെ പേരിലാണ് കേസെടുത്തിട്ടുള്ളത്? കലാപാഹ്വാനത്തിൻ്റെ പേരിൽ കേസെടുത്തിരിക്കുക. സമാനമായ നിരവധി കാര്യങ്ങൾ ഈ സംസ്ഥാനത്ത് നടക്കുന്നില്ലേ? 60ഓളം കേസുകളിൽ വിദ്വേഷ പരാമർശം 60 തവണ നടത്തിയ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി കൊണ്ടുപോയ ആളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി. എന്നിട്ടും കിലുക്കത്തിൽ രേവതി പറയുന്നത് പോലെ ഞാനൊന്ന് കാറിൽ കയറ്റുകയല്ലേ ചെയ്തിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറുന്നതിനുള്ള പ്രശ്നം. ഒരു FIR വെള്ളാപ്പള്ളി നടേശനെതിരെ കലാപാഹ്വാനത്തിന് അദ്ദേഹം ഇട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പോലീസ് ഇട്ടിട്ടുണ്ടോ? ഇവിടെ എന്ത് നടപടിയാണ് സംഘപരിവാർ നേതാക്കന്മാർ തുടർച്ചയായി നടത്തുന്ന വർഗീയ വിഷം പരത്തുന്ന പ്രസ്താവനകൾ ഉണ്ടായിട്ടുള്ളത്? ആ FIR മാധു ഒന്ന് വായിച്ചു നോക്കണം. തുടർച്ചയായി 2 വിഭാഗത്തിന് നേരെ സ്പർദ്ധ ഉണ്ടാക്കുന്നതിനുള്ള വലിയ പരിശ്രമം നടത്തി എന്ന പേരിൽ FIR നടത്തുമ്പോൾ ഇത് സമാനമായ സാഹചര്യങ്ങളിൽ ഈ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ മാധു? അതായത് അനുപാതരഹിതമായ നിലയിലുള്ള വേട്ടയുണ്ടായി എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രശ്നം. അല്ലാതെ N സുബ്രഹ്മണ്യൻ ചെയ്തത് മഹത്തായ പ്രവൃത്തിയാണെന്ന് കോൺഗ്രസ് കാണുന്നില്ല. അല്ല, ഇവിടെ മാധു ഞങ്ങൾ പറയുന്നത് ഈ കേസിന് ഞങ്ങൾ കോടതിയിൽ നേരിട്ട് പോകാം. ഇപ്പൊ എന്തുകൊണ്ടാണ് N സുബ്രഹ്മണ്യന് ജാമ്യം കിട്ടിയത്? അദ്ദേഹത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലും അറസ്റ്റ് ചെയ്യാത്ത തരത്തിൽ വീട്ടിൽ ഏത് കൊടും ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യുമ്പോഴും അദ്ദേഹത്തെ വസ്ത്രം ധരിക്കാൻ, ഭക്ഷണം കഴിക്കാനൊക്കെ അനുവദിക്കാറുണ്ട്. പക്ഷെ പ്രാതൽ കഴിക്കാൻ പോലും അനുവദിക്കാതെ അദ്ദേഹത്തെ അടിയന്തിരമായി അറസ്റ്റ് ചെയ്യുകയാണ്. അദ്ദേഹം തന്നെ പറയുന്നത് ഇവിടെ നമ്മൾ കേട്ടു. ഒരു ഉദ്യോഗസ്ഥൻ CIയോട് പറയാണ്, അറസ്റ്റ് ചെയ്യാൻ പറയാണ്. ഇത് മൊബൈലിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരം നടത്തിയ അറസ്റ്റാണെന്നേ. ഇത് ആദ്യത്തെ തവണയല്ലല്ലോ. ഇപ്പൊ പാട്ട് പാടിയ ആളുകൾക്കെതിരെ ആദ്യം നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ആ കേസ് പിൻവലിക്കുക. അതിലും ഈ മതവിദ്വേഷം, മതസ്പർദ്ധ ഉണ്ടാക്കിയെന്നതിന്റെ പ്രകാരമാണ് കേസ്. അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കാവുന്ന ഒരു കേസായിരുന്നു. മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ അയ്യപ്പ വിശ്വാസത്തെ അപകീർത്തിപ്പെടുത്തി അപമാനിച്ചു എന്ന് പറഞ്ഞ് കേസെടുത്ത് ഇവിടെ സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിൽ ഒരു മെറ്റീരിയൽ പോലീസ് ഇട്ട് കൊടുക്കുക. അനുപാതരഹിതമായ രാഷ്ട്രീയ വേട്ടയാണ് എന്നതാണ് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന് കാരണമെങ്കിൽ ഈ ഇദ്ദേഹം പങ്കുവച്ച ചിത്രം ഇനി എല്ലാവരും പ്രചരിപ്പിക്കുമെന്ന് പറയുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ഈ നിയമ പ്രക്രിയയിലെ നടപടിയിലെ പോരായ്മ ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നതല്ലേ? അല്ലാതെ ഇദ്ദേഹം പങ്കുവച്ച ചിത്രം ഇനി എല്ലാവരും പ്രചരിപ്പിക്കും എന്ന ആഹ്വാനം നടത്തുന്നത് എന്തിനാണ്? അല്ല മാധു, ഇതിനകത്ത് താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ, ഞാൻ പറഞ്ഞത് താങ്കൾ മനസ്സിലാക്കിയതുപോലെ അനുപാതരഹിതമായ വലിയൊരു അനീതി സംഭവിച്ചിരിക്കുന്നു. അതിൽ പോലും മുഖ്യമന്ത്രി N സുബ്രഹ്മണ്യനെ കണ്ടിട്ടില്ല എന്നൊന്നുമില്ലല്ലോ. അതിൽ ആ ഫോട്ടോയിൽ ഒരു ടെക്നിക്കാലിറ്റിയുടെ പ്രശ്നമാണ്.
ഈ പറയുന്ന വീഡിയോയിൽ നിന്ന് ഒരു ഫോട്ടോ പകർത്തിയപ്പോൾ പറ്റിയ ടെക്നിക്കാലിറ്റിയുടെ പ്രശ്നമാണ്. അത് മാറ്റി നിർത്തി ശരിയായ തരത്തിലുള്ള മുഖ്യമന്ത്രി കണ്ടിട്ടുള്ള അതേ തരത്തിലുള്ള ഫോട്ടോകൾ ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത്. അതല്ല എന്ന് വി ആർ അനൂപിനും എനിക്കും കേരളത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കും അറിയാവുന്നതാണ്. എൻ സുബ്രഹ്മണ്യം ആദ്യം പങ്കുവച്ച രണ്ട് ചിത്രങ്ങളിൽ ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുഖ്യമന്ത്രി താലോലിക്കുന്നു എന്ന തരത്തിലുള്ള തമാശ പറയുന്നു എന്ന തരത്തിലുള്ള ചിത്രമാണ്. അത് അദ്ദേഹത്തിന്റെ എഡിറ്റ് ഹിസ്റ്ററിയിൽ ഇപ്പോഴും കാണാൻ കഴിയുന്നതാണ്. അത് പിൻവലിച്ചു. ആ പിൻവലിച്ച ചിത്രത്തിന്റെ പേരിലാണ് കേസ്. നിങ്ങൾ ആരെയാണ് ഈ പറഞ്ഞു പറ്റിക്കാൻ ശ്രമിക്കുന്നത്? ഇപ്പോൾ അദ്ദേഹം നിലനിർത്തിയിരിക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് ആ വീഡിയോയിൽ നിന്ന് എടുത്ത ചിത്രമാണ്. അതിനല്ല കേസ് എന്ന് വി ആർ അനൂപിന് അറിയാത്തതാണോ? അല്ല മാധു, അത് അങ്ങനെ തന്നെ വെച്ചോ, അത് അങ്ങനെ തന്നെ മാധു കണക്കാക്കിക്കോ. അങ്ങനെയാണെങ്കിൽ സോണിയാഗാന്ധിക്കെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെ KC വേണുഗോപാലിനെതിരെ രമേശ് ചെന്നിത്തലക്കെതിരെയുള്ള AI നിർമ്മിതമായ ഫോട്ടോകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? ഇത് ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ? MV ഗോവിന്ദൻ ഒരു പത്രസമ്മേളനം നടത്തുന്നു, അതിന്റെ പരാതി കൊടുത്തിട്ടുള്ള MV ഗോവിന്ദന്റെ പത്രസമ്മേളനത്തിന്റെ പെട്ടെന്ന് തന്നെ ഒരു കേസെടുക്കുക. ഈ സമാനം മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്ക്, പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷിയുടെ ആളുകൾക്കില്ലാത്ത എന്ത് പ്രിവിലേജ് പിണറായി വിജയനുള്ളത്? ഇവർ മുഖം നോക്കാതെ നടപടി എടുക്കുകയാണെങ്കിൽ ഇക്കാര്യത്തിൽ ഇത്തരം ഒരു നിലപാട് കോൺഗ്രസ് സ്വീകരിക്കില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമാണ്. ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ നിരന്തരമായ ഇത്തരം ചിത്രങ്ങൾ ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, സമൂഹത്തിൽ സ്പർദ്ധ ജനിപ്പിക്കുന്ന തരത്തിൽ മുൻകാലങ്ങളിൽ RSS നേതാക്കൾ ഉൾപ്പെടെ, സംഘപരിവാർ നേതാക്കൾ ഉൾപ്പെടെ, സംഘപരിവാർ രാഷ്ട്രീയ പ്രചരിപ്പിക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ എടുത്ത കാര്യങ്ങളിൽ ഈ പോലീസ്, ഈ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടില്ല. ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. അവർക്കെതിരെ കേസെടുക്കുമ്പോൾ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിൽ KPCC അംഗങ്ങളോ കോൺഗ്രസിന്റെ നേതാക്കളോ ആരും ഇതുവരെ പരാതി നൽകിയതായി നമുക്ക് അറിവില്ല. അങ്ങനെ പരാതി നൽകിയിട്ടുണ്ടെന്ന് അറിയില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വ്യാജ ചിത്രം പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു കേസെടുത്തിട്ടുണ്ട്. അത് കൃത്യമാണ്. ആ കേസെടുത്തിട്ടുണ്ട്, അതിൽ അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്, ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. ആ ചിത്രം വീണ്ടും പ്രചരിപ്പിക്കാനാണ് പ്രതിപക്ഷമടക്കം ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ അനുവാദരഹിതമായ അക്രമം നടന്നു എന്നുള്ളത് മാത്രമല്ല, ആ ചിത്രം പ്രചരിപ്പിക്കാനുള്ള ആഹ്വാനവും അവിടെ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. ഞാൻ അങ്ങേക്ക് വരാം. ജെക്സി തോമസ്, ഇപ്പോൾ ഇത് നോക്കൂ. ഒരു ചിത്രം പ്രചരിപ്പിച്ചു, അതിന് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നു, കലാപാഹ്വാനത്തിന് കേസെടുക്കുന്നു. അത് ഒരു തരത്തിലും ജയ്ക്ക് തന്നെ മുൻപ് പല കാര്യങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ വേട്ടയടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു തരത്തിലും അർഹിക്കുന്ന തരത്തിലല്ല ഇത്തരം നടപടികൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് കൂട്ടായ ചെറുത്തുനിൽപ്പുണ്ടാകുന്നു എന്നതിന്റെ ന്യായമായി അവർ പറയുന്നത് ഒരു ചിത്രം പങ്കുവച്ചതിന് കലാപാഹ്വാനത്തിന് കേസെടുക്കുന്നു എന്നുള്ളതാണ്. കലാപാഹ്വാനം കേരളത്തിൽ ഇത് ആദ്യത്തെ കേസല്ല. ഇതെന്താ കേരള പോലീസ് എടുത്തു വെച്ചിരിക്കുകയാണോ? ആര് വന്നാലും കൊടുക്കാൻ വേണ്ടിയിട്ട് കലാപാഹ്വാനത്തിന് കേസ്? തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യം പ്രസക്തമാണ്. ആ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് വരാം. പക്ഷേ ഇന്ന് വൈകുന്നേരമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മലയാള ടെലിവിഷൻ കാഴ്ചകളുടെ ഒരു പ്രൈം ന്യൂസ് അവറിൽ കേരളം അല്ലെങ്കിൽ മലയാളി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇതായിരുന്നോ എന്നതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് വ്യത്യസ്തമായൊരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായ പ്രകടനം രണ്ട് വാചകങ്ങളിൽ പങ്കുവച്ചിട്ട് ഞാൻ നേരെ അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരികയും ചെയ്യാം. യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധി സംസാരിച്ചു വരവെ കലാപാഹ്വാനം, വർഗീയ പരാമർശങ്ങൾ വഴി കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വളരെ കൺസേൺഡായ അഭിപ്രായം പറഞ്ഞു. ഞാൻ അഭിപ്രായങ്ങളൊന്നും തള്ളിക്കളയുന്നില്ല. പക്ഷേ ഇന്നത്തെ രാത്രി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയെമ്പാടും ലോകമെമ്പാടുമുള്ള മതനിരപേക്ഷവാദികൾ, അതായത് ലളിതമായി ചുരുക്കി വിശദീകരിക്കാൻ ശ്രമിച്ചാൽ എൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ എൻ്റെ അരികിലിരിക്കുന്ന ഒരാൾ വേട്ടയാടപ്പെടാൻ, കൊല്ലപ്പെടാൻ, അയാളുടെ ചോര ചെതറാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന ലോകമെങ്ങുമുള്ള ഏത് മലയാളി അല്ലെങ്കിൽ ഏത് മനുഷ്യൻ, മതനിരപേക്ഷവാദിയായ ഏത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഹൃദയത്തെ പിടിച്ചു കുലക്കിയ, നമ്മളുടെ ഉള്ളിനെ നോവിച്ച് കളഞ്ഞ വാർത്ത ഏതാണ്? അത് അങ്ങ് സൂചിപ്പിച്ച ഏതെങ്കിലും ഒരാളെ കാറിൽ കയറ്റി നടന്നു, അല്ലെങ്കിൽ കലാപാഹ്വാനത്തിന്റെ പേരിൽ കേസ് വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു, അതേ തുടർന്ന് സ്റ്റേഷനിൽ വന്ന് ജാമ്യത്തിൽ വിട്ടു, അതൊന്നുമല്ല. അങ്ങ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലോകമെങ്ങുമുള്ള മതനിരപേക്ഷവാദികളുടെ ഹൃദയത്തെ ഏറ്റവും അധികം നോവിച്ചത് കർണാടകയ്ക്ക് അടുത്ത് ബാംഗ്ലൂരിന് സമീപമുള്ള യലഹങ്കയിൽ, ആ യലഹങ്കയിലെ നമ്മളുടെ ഫക്കീർ കോളനി, അതോടൊപ്പം തന്നെ വാസിം ലേഔട്ട്, 3000-ലധികം വരുന്ന മനുഷ്യന്മാരെയാണ് ഒരു മുന്നറിയിപ്പും കൂടാതെ 100 കണക്കിന് വരുന്ന വീടുകൾ ഇടിച്ചു നിരത്തി ഈ കൊടിയ മഞ്ഞത്ത്. അതിൽ 80% വരുന്നത് മുസ്ലിം മതന്യൂനപക്ഷ വിഭാഗങ്ങളാണ്. 20% വരുന്നത് ഈ രാജ്യത്തെ ഏറ്റവും നിസ്വരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. 3000 മനുഷ്യന്മാരെ ഒരൊറ്റ രാത്രി കൊണ്ട് RSSന്റെ യോഗിക്ക് നാണം തോന്നും വിധം
നിങ്ങൾ ഇറക്കിവിട്ടത് DK ശിവകുമാറും അതോടൊപ്പം കർണാടകയിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും G പരമേശ്വരയും ഒക്കെ നേതൃത്വം നൽകുന്ന ലക്ഷണമൊത്ത കർണാടക പരിവാറായിട്ടുള്ള കർണാടകയിലെ സംഘപരിവാരത്തെ തോൽപ്പിക്കാൻ പര്യാപ്തമായ കർണാടകയിലെ കോൺഗ്രസ് ആണ്. നമ്മൾ നെഞ്ചു കലങ്ങി ആ കാഴ്ചകൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാതൃഭൂമി ഈ ചർച്ചയിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ സ്റ്റുഡിയോയിൽ ബഹുമാനിക്കുന്നു. തീർച്ചയായും ഏത് വിഷയം എടുക്കണം എന്നത് സംബന്ധിച്ച് ആധികാരികമായ ഒരു ചർച്ച നടന്നതിന് ശേഷം തന്നെയാണ് ഞങ്ങൾ ഈ വിഷയം എടുത്തിട്ടുള്ളത്. ഈ വിഷയമാണെന്ന് അറിയിക്കുകയും ചെയ്തതാണ്. ആ വിഷയം ഏറ്റവും ഗൗരവം അർഹിക്കുന്നതാണ്. എല്ലാ വാർത്താ ബുള്ളറ്റിനുകളും ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുക്കുന്നുണ്ട്, പ്രതികരണങ്ങൾ കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിക്കുകയും അത് അറിയിച്ചിട്ടാണ് ഞാൻ 3 അതിഥികളെയും ഇതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തത്. വിഷയത്തിലേക്ക് വരണം. ഞാനത് ബഹുമാനിക്കുന്നു കേട്ടോ ജേക്ക്, ഞാൻ അത് ബഹുമാനിക്കുന്നു. അങ്ങ് തുടരും. തീർച്ചയായിട്ടും അങ്ങയുടെ പാനലിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ചയുടെ അന്തിമ വിഷയം തീരുമാനിക്കാനുള്ള അവകാശത്തെയും ഞാനും ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ്, വിയോജിപ്പോടുകൂടെ തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരുന്നത്. ഞാൻ ആമുഖമായി ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. പിന്നെ അതിന്റെ തുടർച്ചയിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് വല്ലാത്ത പ്രയാസം, ഈ പറയുന്ന KPCCയുടെ നേതാവിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തില്ലേ, അദ്ദേഹത്തെ എന്താ പ്രഭാത കൃത്യം നിർവഹിക്കാൻ തടസ്സപ്പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ പരമകാരുണികനായി അവകാശപ്പെടാറുള്ള മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയും ഒക്കെയായിരുന്ന ആളുടെ കാലയളവിൽ ഞങ്ങളെയൊക്കെ വീട് വളർന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ നാട്ടിലെ കുട്ടികൾക്ക് ഓണപരീക്ഷ എത്തിയിട്ടും പാഠപുസ്തകം കിട്ടാത്തത് എന്താ എന്ന് ചോദിച്ചതിന് ആയിരക്കണക്കിന് പോലീസുകാർ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. പ്രഭാത കൃത്യം പോയിട്ട് അതിനെ സംബന്ധിച്ചൊരു ചോദ്യത്തിന് പോലും സമയം കിട്ടിയിട്ടില്ല. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് മാത്രമല്ല, പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് 3 തവണ ഇടിവണ്ടിയിൽ വണ്ടികിട്ട് കോട്ടയം നഗരത്തിലൂടെ കറക്കി മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ട വന്ന ആയിരക്കണക്കിന് കുട്ടികൾ, വിദ്യാർത്ഥികൾ, ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവർ ഇപ്പോഴും ഉണ്ട്. അന്നൊന്നും ഈ ചോദ്യം ഉയർന്നു വന്നിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നു, ഈ ദൃശ്യങ്ങളിൽ കണ്ട അങ്ങയുടെ സഹപ്രവർത്തകനായ കോൺഗ്രസ് നേതാവ്, അദ്ദേഹത്തെയൊക്കെ സംബന്ധിച്ച് പ്രത്യേകതയുണ്ട് കേട്ടോ. ആദരണീയനായ ഈ കോൺഗ്രസിന്റെ തന്നെ നേതാവായിട്ടുള്ള ശങ്കരൻ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ കോൺഗ്രസ് നേതാവിന്റെ സംഭാവനയെ സംബന്ധിച്ച് ഒരു കമ്മീഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ആ പരാതി അന്വേഷിച്ച കമ്മീഷനെ തുടർന്ന് എത്ര ലക്ഷം രൂപ തിരികെ കൊടുക്കേണ്ട വന്നു എന്നുള്ളതൊക്കെ പഴയ കഥ, അതിപ്പോ പരാമർശിക്കേണ്ടതില്ല. ഞാൻ സന്ദർഭവശാൽ ഓർമ്മിച്ചു എന്ന് മാത്രം. അപ്പൊ ഈ പുകൾപ്പെട്ട കോൺഗ്രസ് നേതാവ് എന്തായാലും നല്ല കതർധാരികളായി ചാനൽ ക്യാമറകളുടെ നടുവിലൂടെയാണ് പോലീസ് വണ്ടിയിലേക്ക് കയറുന്നതായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോ അതൊന്നും ആയിരുന്നില്ല കേരളത്തിൽ മുമ്പുണ്ടായിരുന്നത്. ഇപ്പൊ പോലീസ് ഒന്ന് വീട്ടിൽ വന്ന് മര്യാദയ്ക്ക് ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോകുമ്പോ തന്നെ ഞങ്ങളെ തൊട്ട എന്ന് പറഞ്ഞ് അങ്ങേ നിലവിളിക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സ്വയം സൃഷ്ടിച്ചെടുത്ത മോർഫിംഗ് ചിത്രങ്ങൾ നമ്മുടെ നാട്ടിൽ അന്തസ്സോടും ഔന്നിത്യത്തോടും കൂടെ പൊതുപ്രവർത്തനം നടത്തുന്നവരെ ആക്ഷേപിക്കാൻ മുൻകൂട്ടി തയ്യാറാക്കിയ അജണ്ടയോടെ കൂടെ പ്രവർത്തനം നടത്തിയാൽ കേസുകൾ ഉണ്ടാകും. കേസുകൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല, ആ കേസുകൾ ഉണ്ടായാൽ സ്വാഭാവികമായി അറസ്റ്റും ഉണ്ടാകും. ഞാൻ മനസ്സിലാക്കുന്നു BNS 197 എന്ന് പറയുന്നത് ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് ഒന്നുമല്ല, ജാമ്യം കിട്ടുന്ന വകുപ്പാണ്. അതുകൊണ്ട് സ്വാഭാവിക പ്രക്രിയ എന്ന വണ്ണം ജാമ്യം കിട്ടിയതാണ്. പിന്നെയോ അദ്ദേഹം തന്നെ ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതാവിന് ഇല്ലാത്തൊരു വക്കാലത്ത് അദ്ദേഹം പറഞ്ഞു. കാരണം എന്താണ്, എനിക്ക് അക്കാര്യത്തിൽ ഒരു ചെറിയ തെറ്റ് പറ്റി. എന്താ ചെറിയ തെറ്റ്? ചെറിയ തെറ്റ് എന്ന് പറയുന്നത്, കേരളത്തിലെ മതവിശ്വാസികളും മതരഹിതരുമായിട്ടുള്ള മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യന്മാർ ഒരേ വെറുപ്പോടുകൂടെ കാണുന്ന ലക്ഷണമൊത്ത അമ്പലക്കള്ളനും മുഖ്യമന്ത്രിയുമായി കാതോട് കാതോരം രഹസ്യം പറയുന്ന ചിത്രം അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു. ഒരു കള്ളച്ചിത്രം കേരളത്തിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ലക്ഷണമൊത്ത അമ്പലക്കള്ളനുമായി, അതും കോൺഗ്രസുകാർ UPയുടെ ചെയർപേഴ്സന്റെ അന്തപ്പുരം വരെ ആനയിച്ചു കൊണ്ടുപോയ ഒരു അമ്പലക്കള്ളനുമായി സമീകരിക്കാൻ കഴിയുന്ന പ്രകാരം ഒരു കള്ളച്ചിത്രം ഉണ്ടാക്കിയെടുത്തു. ആ കള്ളച്ചിത്രം ഉണ്ടാക്കിയെടുത്തത് തെറ്റായി പോയെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ കോൺഗ്രസ് നേതാവ് തന്നെ ഡിലീറ്റ് ചെയ്തു. അദ്ദേഹത്തിന് ഇല്ലാത്തൊരു വക്കാലത്തുമായിട്ടാണ് കോൺഗ്രസിന്റെ പുതിയ നേതാവ് ഇപ്പൊ ചർച്ചയിൽ വന്നിരുന്നത് അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ടൊരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് അക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഇവർ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് പോലെ, ഇവർ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ മറ്റൊരു കാര്യവുമില്ല. മാത്രമല്ല, ഈ കേസുകളുടെ, ഇത്തരം കേസുകളുടെ അനുഭവങ്ങളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകണോ? തൃക്കാക്കരയിൽ മത്സരിച്ചിരുന്ന കേരളം ആദരിക്കുന്ന ആരോഗ്യരംഗത്തെ പ്രഗത്ഭനായ ഒരു ഡോക്ടറെ സംബന്ധിച്ച് അന്ന് എന്താ ഈ ചെറിയ നേതാവല്ല പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താണ്? അശ്ലീല ചിത്രം തല വെട്ടിമാറ്റി അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചില്ലേ? പ്രചരിപ്പിച്ചപ്പോ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആങ്കർ ഓർമ്മിക്കുന്നില്ലേ? കോൺഗ്രസ് നേതാവ് പറഞ്ഞാലും ഇങ്ങനെയൊക്കെ കിട്ടിയാൽ ആരാണ് പ്രചരിപ്പിക്കാത്തത്? ഇതാണ് ചോദിച്ചത്. അതേ മാരകം വെച്ചിട്ടാണ് ഇപ്പോൾ അങ്ങയുടെ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി പറയുന്നത്, ഞങ്ങൾ ഈ ചിത്രം ഇനിയും പ്രചരിപ്പിക്കും. ഇല്ലേ? മുഖാന്തരം ചോദിക്കുകയും ചെയ്തേനെ. സ്വാഭാവികമായും ജയിക്ക് ഉന്നയിച്ചില്ലെങ്കിൽ ഞാൻ ഈ ചർച്ചയുടെ തുടർച്ചയിൽ അത് ഉന്നയിക്കുകയും ചെയ്തേനെ. കോൺഗ്രസ് ചോദിക്കുകയാണ്. ശരി, ഞാൻ അങ്ങേക്ക് വരാം. മനുപ്രസാദ്, ഇപ്പോ കഴിഞ്ഞ മാസം രാജീവ് ചന്ദ്രശേഖരൻ പങ്കുവെച്ച ചിത്രം ഇന്നലെ ഈ ചർച്ചയിൽ തന്നെ N സുബ്രഹ്മണ്യൻ ഇരിക്കുന്നു. അദ്ദേഹം പറയുന്നത് രാജീവ് ചന്ദ്രശേഖരൻ പങ്കുവെച്ച ചിത്രമാണ്. അപ്പോൾ ഇന്നലത്തെ ചർച്ചയിൽ ശ്യാമരാജ് ചോദിക്കുകയാണ്, നിങ്ങൾ കോൺഗ്രസ്സുകാരനാണോ BJP-കാരനാണോ? നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും ഇല്ലേ എന്ന്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസെടുക്കാത്തത് CJP ആയതുകൊണ്ടാണ്. അദ്ദേഹം പങ്കുവെച്ച അതേ ചിത്രം പങ്കുവെച്ചതിന്റെ പേരിലാണ് N സുബ്രഹ്മണ്യത്തിന് ഇപ്പോൾ അറസ്റ്റ് നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വാദം.
കേരളത്തിലെ പൊതുവായ രാഷ്ട്രീയ സാഹചര്യത്തിലും അന്തരീക്ഷത്തിലുമൊക്കെ ഇത്തരം നുണ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്, വസ്തുതാവിരുദ്ധമുള്ള കാര്യങ്ങൾ പടച്ചുവിടുക എന്നുള്ളതാണ് ഇരു കൂട്ടരും നന്നായി ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. രാജീവ് ചന്ദ്രശേഖരയ്ക്ക് AI എന്താണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ആരും പോയി പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട ഒരു ചിത്രം ഏതാണ് എന്ന് അത് കണ്ടാൽ തിരിച്ചറിയുന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖർജി. രാജീവ് ചന്ദ്രശേഖർ പുറത്തുവിട്ടത് ശരിയായ ചിത്രമാണ് എന്ന ബോധ്യം രാജീവ് ചന്ദ്രശേഖരനുണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കൃത്യമായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒന്ന് കേസ് എടുത്തു നോക്ക്, നമ്മളത് തെളിയിച്ചേക്കാം. പക്ഷേ പ്രശ്നം എന്താണ്? രാജീവ് ചന്ദ്രശേഖർ കൃത്യമായിട്ടൊരു ചിത്രം പുറത്തുവിട്ടു. രാജീവ് ചന്ദ്രശേഖർജി പുറത്തുവിട്ട ചിത്രം കൃത്യതയുള്ളതാണ് എന്ന് സമൂഹം വിലയിരുത്തുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയോട് അടുപ്പപ്പെട്ട പോറ്റിയുണ്ട്, അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ടതാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന അമ്പലക്കള്ളൻ എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നു. അങ്ങനെ സമൂഹത്തിലെ ചർച്ച ഇരു കൂട്ടരും കാലാകാലങ്ങളായി കേരളത്തെ വഞ്ചിച്ച് അമ്പലക്കൊള്ള നടത്തുന്നത് പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിൽ നിന്നും ചർച്ച മാറ്റുന്നതിന് കൂടിയല്ലേ ഇത്തരത്തിലൊരു വ്യാജ നിർമ്മിതിയുടെ ഫോട്ടോയുടെ ആവശ്യം കൊണ്ടുവന്നത് എന്ന് ഞങ്ങൾക്ക് ന്യായമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം എന്താണ്? ഒന്ന് സ്റ്റേഷനിൽ പോയി ജാമ്യം കിട്ടുന്ന ഒരു കേസെടുത്ത് ഇത്ര വലിയൊരു മാധ്യമ സൃഷ്ടിക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യം എന്താണ്? അതിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം, ഇന്നലെ വരെ അമ്പലക്കൊള്ളയായിരുന്നു ചർച്ചയെങ്കിൽ ഇന്ന് അതിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഡൈവേർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ എന്താണ് ഡൈവേർട്ട് ചെയ്തത്? വ്യാജ നിർമ്മിതിയിലൂടെ ഫോട്ടോ നിർമ്മിച്ചെടുത്തു എന്നുള്ളതാണ്. എങ്ങനെയാണ് AI ഫോട്ടോ വ്യാജ നിർമ്മിതിയിലൂടെ നിർമ്മിക്കുമ്പോൾ മുഖ്യമന്ത്രി രക്ഷപ്പെടുന്നത്? കാരണം ശരിയായ രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെടുന്ന വിഷ്വലുകൾ നിലവിലുണ്ട്. രാജീവ് ചന്ദ്രശേഖർജി പങ്കുവെച്ചത് ആ വിഷ്വലുകളിൽ നിന്നുള്ള ഫോട്ടോയാണ്. ആ ഫോട്ടോയ്ക്ക് ആധികാരികതയുണ്ട്. എന്നാൽ ആ ഫോട്ടോ വെച്ച് കേസെടുത്താലോ മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിയിലാവും. ഇത് ഉള്ളതാണെന്ന് തെളിയും, അത് വെച്ചെടുക്കാൻ തയ്യാറല്ല. എന്നാൽ കോൺഗ്രസിൻ്റേതായിട്ടുള്ള സോണിയാഗാന്ധിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു. അത് ചോദിക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പറഞ്ഞത്, ഡൽഹിയുടെ വഴിയോരങ്ങളിലൂടെ നടന്നുപോയ ഒരാൾ അവിടെ നിന്നപ്പോൾ ഞാൻ പിടിച്ചുകൊണ്ട് സോണിയാഗാന്ധിയുടെ മുന്നിൽ നിർത്തി ഫോട്ടോ എടുത്തു കൊടുക്കാൻ അവസരമുണ്ടാക്കി എന്നുള്ളതാണ്. എത്ര ബാലിശമായ, ആരും പറഞ്ഞാൽ വിശ്വസിക്കാത്ത നുണകളാണ് കോൺഗ്രസ് പറഞ്ഞു വിട്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് CPM-ൻ്റെ കാലഘട്ടത്തിൽ സ്വർണം കെട്ട ഒരാൾ എന്ന നിലയിൽ മാത്രമല്ല, കോൺഗ്രസ് ആണ് പോറ്റിയെ കയറ്റിയത്, CPM ആണ് പോറ്റിയെ നിലനിർത്തിയത്. അതാണ് പുറത്തു വരുന്ന വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്, കൃത്യമായിട്ടാണ് പറയുന്നത്. ഇരു മുന്നണികൾക്കും കൃത്യമായി ഈ സ്വർണ്ണക്കൊള്ളയിൽ, അമ്പലക്കൊള്ളയിൽ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇത്തരം ഗിമ്മിക്കുകൾ കാട്ടി കാലാകാലങ്ങളായി കേരളത്തിൻ്റെ മണ്ണിൽ ഉയർന്നു വരുന്ന വിഷയങ്ങൾ മറ്റു വിഷയങ്ങളിലേക്ക് മാറ്റി ശരിയായ വണ്ണം ജനങ്ങളിൽ എത്താതിരിക്കാനുള്ള പരിശ്രമങ്ങൾ ഇരു കൂട്ടരും നടത്താറുണ്ട്. അതിൻ്റെ ഒരു ഡ്രാമയാണിത് എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ശരി, എനിക്കതൊരു ചോദ്യമുണ്ട് മനു. ഞാൻ മനുവിലേക്ക് വരാം. ഞാൻ ശ്രീ സുബ്രഹ്മണ്യനിലേക്ക് പോവാണ്, അതിനുശേഷം ഞാൻ മനുവിലേക്ക് വരാം. എനിക്കതൊരു ചോദ്യമുണ്ട്. ശ്രീ N. സുബ്രഹ്മണ്യൻ, കേൾക്കാമോ? കേൾക്കാം. ശ്രീ സുബ്രഹ്മണ്യൻ, കേൾക്കാമോ? പറയൂ, കേൾക്കാം. ഓക്കെ. ശ്രീ സുബ്രഹ്മണ്യൻ, അങ്ങ് ആദ്യം ഫേസ്ബുക്കിൽ പങ്കുവെച്ച പോസ്റ്റിൽ 2 ചിത്രങ്ങളുണ്ടായിരുന്നു. ആ ചിത്രങ്ങളിൽ ഒന്ന് അങ്ങ് പിന്നീട് ഡിലീറ്റ് ചെയ്തു. എന്തിനാണ് ആ ചിത്രം ഡിലീറ്റ് ചെയ്തത്? അല്ല, കുറെ കൂടി വ്യക്തതയുള്ളൊരു ചിത്രം അതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് പഴയത് ഡിലീറ്റ് ചെയ്തത്. ഇപ്പോൾ കേസെടുത്തത് പഴയതിൻ്റെ പേരിലല്ലല്ലോ. ഞാൻ പുതിയ 2 ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ പേരിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് വാളിലുള്ള പടത്തിനെതിരായിട്ടാണ് കേസ്, മറ്റേതിനല്ലല്ലോ കേസ്. ഡിലീറ്റ് ചെയ്തതിന് എങ്ങനെയാണ് കേസ് ഉണ്ടാവുന്നത്? ഡിലീറ്റ് ചെയ്തതിന് കേസ് ഉണ്ടാകില്ലേ? അത് ആവശ്യത്തിന് പ്രചരിപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് ഡിലീറ്റ് ചെയ്തത്. അങ്ങ് ഡിലീറ്റ് ചെയ്ത ചിത്രത്തിന്റെ പേരിലാണ് കേസ് ഉള്ളത്. അത് അങ്ങക്ക് മനസ്സിലാകാതിരിക്കും എന്തുകൊണ്ടാണെന്ന്. ഒരു മണിക്കൂർ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് വാളിൽ 1 മണിക്കൂർ കൊണ്ട് അതിന് ചില അപാകത ഉണ്ടെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ മണിക്കൂർ തന്നെ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് സമയമൊന്നും എന്റെ ഫേസ്ബുക്ക് വാളിൽ ഉണ്ടായില്ല. ഒരു ക്രൈം ചെയ്തതിന് ശേഷം അതിന്റെ തെളിവ് നശിപ്പിച്ചാൽ കുറ്റവിമുക്തനാകുമോ? കേസെടുത്തത് 4 മണിക്കല്ലേ എന്റെ പേരിൽ കേസ്. അതാണ് ഞാൻ ചോദിച്ചത്. അതിനുശേഷം ഒരു ക്രൈം ചെയ്തതിന് ശേഷം അതിന്റെ തെളിവ് നശിപ്പിച്ചാൽ കേസെടുക്കാതിരിക്കാൻ കഴിയുമോ? പരിശോധിക്കട്ടെ. അത് പിന്നെ എന്ത് നിർമ്മിതിയാണ്? ഒരു മിനിറ്റ്, അത് പോലീസ് ഓൾറെഡി കേസെടുത്തല്ലോ. എല്ലാ ഫോട്ടോയും പോലീസ് പരിശോധിക്കട്ടെ. പോലീസ് ഇപ്പൊ സൈബർ വിങ് എന്റെ ഫോൺ എടുത്തു, അത് അപ്ലോഡ് ചെയ്ത ആളെ ഫോൺ എടുത്തു, അവർക്ക് കണ്ടുപിടിക്കാലോ. നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ടെൻഷനില്ല. അതാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. ഇപ്പൊ ഏത് ചിത്രത്തിനാണ് കേസെടുത്തത് തുടങ്ങിയ കാര്യങ്ങളല്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. ഞാൻ അങ്ങോട്ട് ചോദിച്ചത് എന്തിനാണ് അങ്ങ് ഫോട്ടോ ഡിലീറ്റ് ചെയ്തത് എന്നുള്ളതാണ്. അല്ല, പോലീസ് ഞാൻ ഫേസ്ബുക്ക് വാളിൽ പങ്കുവെച്ച ചിത്രങ്ങളിൽ AI നിർമ്മിതിയാണെങ്കിൽ പോലീസ് ഓൾറെഡി കേസെടുത്തു. സൈബർ വിഭാഗം പരിശോധിക്കുന്നു. അവർ പരിശോധിച്ച് പറയട്ടെ.
ഞാനതല്ല ഇപ്പൊ അതല്ലല്ലോ കേരളത്തിലെ പ്രശ്നം. ഞാനതല്ല കേരളത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 2 പ്രമുഖരായ നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. അത് ആ വിഷയം കഴിഞ്ഞ ഒന്നൊന്നര മാസമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ശ്രീ എൻ സുബ്രഹ്മണ്യൻ, ആ ചർച്ചയിലൊന്നും ഞാൻ അങ്ങേ അതിഥിയായി വിളിച്ചില്ലല്ലോ. ഈ വിഷയത്തിൽ ഇന്നലെയും ഇന്നുമായി അങ്ങ് ഞങ്ങളോടൊപ്പം അതിഥിയായി ചേരുന്നത് അങ്ങ് കമ്മിറ്റ് ചെയ്ത ഒരു ക്രൈമിന്റെ പേരിലാണ്. അങ്ങ് കമ്മിറ്റ് ചെയ്ത ഒരു ക്രൈമിന്റെ പേരിലാണ്. ആ ക്രൈമിലെ പ്രതിയാണ് അങ്ങ്. ഞാൻ അങ്ങയോട് ചോദിച്ചത് കേരളത്തിലെ ഇന്നത്തെ വിഷയം എന്താണ് എന്നല്ല. ഞാൻ അങ്ങയോട് ചോദിച്ചത് കേരളത്തിലെ ഇന്നത്തെ വിഷയം എന്താണ് എന്നല്ല. ഞാൻ അങ്ങയോട് ചോദിച്ചത് അങ്ങ് പങ്കുവെച്ച 2 ചിത്രങ്ങളിൽ ഒന്ന് അങ്ങ് ഡിലീറ്റ് ചെയ്തത് എന്തിനാണ് എന്നാണ്. അങ്ങ് പങ്കുവെച്ച 2 ചിത്രങ്ങളിൽ ഒന്ന് അങ്ങ് ഞാൻ ചോദിക്കട്ടെ, അത് AI നിർമ്മിതിയാണോ അല്ലയോ എന്ന് പോലീസ് കേസെടുത്തു എന്ന് ഞാൻ ചോദിച്ചില്ല. ഞാൻ അങ്ങയോട് ചോദിച്ച എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമേ ഉള്ളൂ. എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമേ ഉള്ളൂ. പോലീസ് കേസെടുക്കും. അതിപ്പോ അങ്ങയോട് അനുവാദം ചോദിച്ചിട്ടല്ലോ കേസെടുക്കുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ അങ്ങ് പറഞ്ഞത് ഞാൻ വിശ്വാസത്തിലെടുക്കാൻ തയ്യാറാണ്. അങ്ങ് പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ തയ്യാറാകാതെ അനുമതി നൽകാതെ പോലീസ് കേസെടുത്തു കഴിഞ്ഞു. അങ്ങയുടെ അനുമതി വേണ്ട. എനിക്ക് ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. ആ ചിത്രം അങ്ങ് എന്തിനാ ഡിലീറ്റ് ചെയ്തു? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു കൊടും ഭീകരനെ പോലെ എന്ത് തെറ്റാണ് ഞാനിത് ചെയ്തത്? ഞാൻ AI നിർമ്മിതിയുള്ള പടമാണ് എൻ്റെ ഫേസ്ബുക്ക് വാളിൽ ഇട്ടതെങ്കിൽ അത് പോലീസ് തെളിയിക്കട്ടെ, പോലീസ് കണ്ടുപിടിക്കട്ടെ. അതിനേത് ശിക്ഷയും നേരിടാൻ, അത് ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. ഞാൻ അല്ലെന്ന് പറയുമ്പോഴും പോലീസ് ആണെന്ന് പറയുന്നു, ഗവൺമെൻറ് ആണെന്ന് പറയുന്നു. ഗവൺമെന്റ് തെളിയിക്കട്ടെ. ഗവൺമെന്റ് കയ്യിൽ എല്ലാവിധ സംവിധാനവും ഉണ്ടല്ലോ. ശ്രീ എൻ സുബ്രഹ്മണ്യൻ, ഒരു ചിത്രം പങ്കുവെച്ചതിന്റെ പേരിൽ അങ്ങേക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്തു എന്നതിനെ ഞാൻ അനുകൂലിക്കുന്നില്ല. അത് അങ്ങ് ചെയ്ത കുറ്റത്തിന് പര്യാപ്തമായ തെറ്റാണ്, കുറ്റവിധിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സൈബർ അതിക്രമത്തിനോ മറ്റോ അടക്കമുള്ള കേസുകളാണ് ചുമത്തേണ്ടത്. കലാപാഹ്വാനത്തിന് കേസെടുക്കുന്ന വകുപ്പ് എന്താണെന്ന് എനിക്കും അറിയില്ല. അതവിടെ നിൽക്കട്ടെ. പക്ഷേ അതല്ല ഞാൻ അങ്ങയോട് ചോദിച്ചത്. ഞാൻ അങ്ങയോട് അങ്ങ് ഈ ചർച്ചയിൽ തുടരുന്ന സമയം മുഴുവനും ഒരൊറ്റ ചോദ്യമേ ഞാനും കൂടി ചോദിക്കട്ടെ. ഈ ചോദ്യം അങ്ങനെ ഒരിക്കലും ചോദിക്കാൻ സമ്മതിക്കുന്നില്ല ശ്രീ എൻ സുബ്രഹ്മണ്യൻ. ഈ ചോദ്യം അങ്ങനെ ചോദിക്കാൻ അനുവദിക്കുന്നില്ല. ഒന്നാമത്തെ തവണ ഒഴികെ. ശ്രീ എൻ സുബ്രഹ്മണ്യൻ, അങ്ങ് എന്തിനാണ് ആ ചിത്രം ഡിലീറ്റ് ചെയ്തത്? പറയൂ. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തതയോട് കൂടിയുള്ള ഒരു പോസ്റ്റ്, ഒരു ചിത്രം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഡിലീറ്റ് ചെയ്തത്. ഇനി ആദ്യത്തെ പടം എന്റെ പേരിൽ അങ്ങനെ അല്ലല്ല, അത് കള്ളമാണ്. കാരണം എന്റെ കയ്യിലിരിക്കുന്ന ഫോണിൽ തുറന്നു വെച്ചിരിക്കുന്ന ഫേസ്ബുക്ക് പേജിൽ അങ്ങയുടെ പ്രൊഫൈലാണുള്ളത്. അങ്ങ് വ്യക്തതയുള്ള ഒരു ചിത്രം അപ്ലോഡ് ചെയ്യുകയല്ല ചെയ്തത്. 2 ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്തതിൽ നിന്ന് ഒരു ചിത്രം ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ആ പോസ്റ്റിൽ അങ്ങ് വേറെ ചിത്രം അപ്ലോഡ് ചെയ്തിട്ടില്ല. കള്ളം പറയരുത് കേരളത്തിന് മുന്നിൽ. ഞാനത് നിങ്ങളെ കയ്യിലുള്ളത് കാണുന്നില്ല. ഞാൻ വേറൊരു അങ്ങയുടെ ഫേസ്ബുക്ക് പേജ് അങ്ങേക്ക് അറിയാമല്ലോ. അങ്ങയുടെ ഫേസ്ബുക്ക് പേജ് അങ്ങേക്ക് അറിയാമല്ലോ ശ്രീ എൻ സുബ്രഹ്മണ്യൻ. ഞാൻ ചോദിക്കട്ടെ, അല്ല 19K ഫോളോവേഴ്സ് ഉള്ള 268 പേരെ ഫോളോ ചെയ്യുന്ന എൻ സുബ്രഹ്മണ്യൻ, മെമ്പർ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി KPCC, അതാണ് അങ്ങയുടെ പേജ്. അങ്ങ് അല്ലെങ്കിൽ പറഞ്ഞോളൂ. ആ പേജിൽ 2 ദിവസങ്ങൾക്ക് മുൻപ് അപ്ലോഡ് ചെയ്ത പോസ്റ്റ്, ആ പോസ്റ്റിൽ 2 ചിത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു ചിത്രം അങ്ങ് ഡിലീറ്റ് ചെയ്തു. കൂടുതൽ തെളിവുള്ള ഒരു ചിത്രം അപ്ലോഡ് ചെയ്യുകയല്ല ചെയ്തത്. ഒരു ചിത്രം ഡിലീറ്റ് ചെയ്തു. അങ്ങ് പറഞ്ഞത് കള്ളമാണ്. അങ്ങ് എന്തിനാണ് ആ ചിത്രം ഡിലീറ്റ് ചെയ്തത്? ഞാനൊരു കള്ളവും പറഞ്ഞിട്ടില്ല. ആ ചിത്രവും നിങ്ങൾ AI നിർമ്മിതിയാണ് എന്ന് ഗവൺമെന്റും പോലീസും വാദിക്കുകയാണെങ്കിൽ അവരെ തെളിയിച്ചോട്ടെ. അതല്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. അതൊരു നിർമ്മിതിയല്ല. അതല്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. ആ ചിത്രം AI നിർമ്മിതിയാണോ, AI നിർമ്മിതിയല്ലേ, അങ്ങ് സ്വന്തം ക്യാമറയിൽ എടുത്തതാണോ, അങ്ങ് പകർത്തിയതാണോ, മറ്റാരെങ്കിലും അയച്ചതാണോ? അത് ഞാൻ ചോദിച്ചിട്ടില്ല. അത് ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടില്ല. അങ്ങ് ഡിലീറ്റ് ചെയ്തത് എന്തിനാണ്? അങ്ങ് അപ്ലോഡ് ചെയ്ത 2 ചിത്രങ്ങളിൽ ഒന്ന് ഡിലീറ്റ് ചെയ്തത് എന്തിനാണ് ശ്രീ എൻ സുബ്രഹ്മണ്യൻ? ഞാൻ പറഞ്ഞില്ല. കുറെ കൂടി വ്യക്തതയോടുകൂടി ഒരു പടം കൊടുക്കുന്നതിന് വേണ്ടി അത് നമ്മൾ ഡിലീറ്റ് ചെയ്തു. അങ്ങ് ഇപ്പോൾ അങ്ങയുടെ ഫേസ്ബുക്ക് പേജിലുള്ള പോസ്റ്റിൽ ഒരു ചിത്രമേ ഉള്ളൂ. ആ ചിത്രവും അങ്ങ് ഡിലീറ്റ് ചെയ്ത ചിത്രവും ഒരുമിച്ച് അപ്ലോഡ് ചെയ്തതാണ്. അതിൽ ഒരു ചിത്രം ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത്. ഒരു ചിത്രവും കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടില്ല. കള്ളം പറയരുത്. വേറെ ഇപ്പൊ 2 പടം ഉണ്ടല്ലോ എന്റെ ഫേസ്ബുക്ക് പേജിൽ. അതിന് താഴത്തെ പോസ്റ്റാണ് ഞാൻ പറയുന്നത്.
അങ്ങയുടെ ഫേസ്ബുക്ക് പേജിന്റെ വിവരങ്ങൾ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരണമെന്നൊക്കെ പറയുന്നത് കഷ്ടമാണ് കേട്ടോ, ബാലിശമാണ്. ശ്രീ എൻ സുബ്രഹ്മണ്യൻ, 2 ദിവസങ്ങൾക്ക് മുൻപ് ഹാപ്പി ക്രിസ്മസിന്റെ കാർഡ് അപ്ലോഡ് ചെയ്തതിനു ശേഷം അങ്ങ് പങ്കുവെച്ച പോസ്റ്റ് പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഇത്രമേൽ അഗാധമായ ബന്ധമുണ്ടാക്കാൻ എന്തായിരിക്കും കാരണം, ചിത്രം FBയിൽ നിന്ന് എന്ന് പറഞ്ഞു പങ്കുവെച്ച പോസ്റ്റ്. ഇത് കൂടെ പറയിക്കല്ലേ, കഷ്ടമുണ്ട്. ആ പോസ്റ്റിൽ 2 ചിത്രങ്ങൾ ഉണ്ടായിരുന്നു, അതിലൊന്ന് അങ്ങ് ഡിലീറ്റ് ചെയ്തു. കൂടുതൽ തെളിവുള്ള ഒരു ചിത്രവും അങ്ങ് കൂടുതലായതിനോട് ചേർത്തിട്ടില്ല. ആ ചിത്രം ഡിലീറ്റ് ചെയ്തത് എന്തിനാ? ഒറ്റ ചോദ്യമുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, കുറെ കൂടി വ്യക്തമായ ഒരു ചിത്രം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങ് പങ്കുവച്ച 2 ചിത്രങ്ങളിൽ ഒന്ന് അവിടെയുണ്ട്, ഒന്ന് അവിടെയില്ല. പകരം ഒരു ചിത്രവും അപ്ലോഡ് ചെയ്തിട്ടില്ല. കള്ളം പറയരുത്, മോശമാണ്, കള്ളം പറയരുത്. കള്ളം പറയുന്നില്ല, നമ്മൾ സത്യസന്ധമായിട്ടാണല്ലോ പറയുന്നത്. എന്താണ് സത്യമായി പറഞ്ഞത്? അങ്ങ് പുതിയ ഏത് ചിത്രമാണ് അപ്ലോഡ് ചെയ്തത്? ചിത്രത്തിൽ AI നിർമ്മിതിയാണെങ്കിൽ അത് ചോദിച്ചിട്ടില്ല ഇവിടെ. അത് ഞാൻ അങ്ങയോട് ചോദിച്ചിട്ടേ ഇല്ല. അത് ഞാൻ അങ്ങയോട് ചോദിച്ചിട്ടേ ഇല്ല. 2 ചിത്രം അപ്ലോഡ് ചെയ്തു, ഒരു ചിത്രം ഡിലീറ്റ് ചെയ്തു, കൂടുതലായ ഒരു ചിത്രവും ചേർത്തിട്ടില്ല. ആ ചിത്രം ഡിലീറ്റ് ചെയ്തത് എന്തിനാണെങ്കിൽ അത് ചോദിച്ചിട്ടില്ല. നിർഭാഗ്യകരമാണ്, നിർഭാഗ്യകരമാണ്. ആദ്യത്തെ ചിത്രം AI നിർമ്മിതിയാണെങ്കിൽ അത് പോലീസ് കണ്ടുപിടിക്കട്ടെ. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പരിഹസിക്കും. ഒരു കാര്യം 10 തവണ ചോദിച്ചിട്ടും ഒരു ഉത്തരവും ഇല്ലാതെ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തോട്ടെ, പോലീസ് തെളിയിച്ചോട്ടെ എന്ന് ചോദിക്കുന്നത് കേട്ടാൽ 3ാം ക്ലാസ്സിലെ കുട്ടികൾ പരിഹസിക്കും. ഒറ്റ കാര്യം ഞാൻ അങ്ങോട്ട് ആവർത്തിച്ച് ചോദിച്ചുള്ളൂ. 2 ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്തു, ഒന്ന് ഡിലീറ്റ് ചെയ്തു. അങ്ങ് പറഞ്ഞതുപോലെ ഒരു ചിത്രവും പുതുതായിട്ട് ചേർത്തിട്ടില്ല. എന്തിന് ഡിലീറ്റ് ചെയ്തെന്ന ചോദ്യമാണ്. പോയ 15 മിനിറ്റ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. പോലീസ് കുഴപ്പമില്ല, കേസെടുത്തത്, അല്ലെങ്കിൽ കേരള പോലീസിന് വിഷമാകും. വളരെയധികം നന്ദി ശ്രീ എൻ സുബ്രഹ്മണ്യൻ ഞങ്ങളോടൊപ്പം ചർച്ചയിൽ ചേർന്നതിന്. അങ്ങ് 8 മണിക്ക് മറ്റൊരു ചാനലിൽ ചർച്ചയ്ക്ക് ഇരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് കേസെടുത്തത് കുഴപ്പമില്ല, പോലീസ് കേസെടുത്തത് കുഴപ്പമില്ല, അല്ലെങ്കിൽ അവർക്ക് വിഷമാവും. വളരെയധികം നന്ദി ഞങ്ങളോട് ചേർന്നതിന്. ശരി ശ്രീ ജെക്സി തോമസ്, കലാപാഹ്വാനത്തിനല്ല യഥാർത്ഥത്തിൽ കേസെടുക്കേണ്ടത്. അത് ആളുകളോടിങ്ങനെ, അതായത് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ, ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ, സ്വന്തമായി ചെയ്ത കാര്യത്തെ ന്യായീകരിക്കാൻ കഴിയാതെ, പക്ഷെ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് ശഠിക്കുന്നതിനാണ്. അല്ല, തീർച്ചയായിട്ടും എനിക്ക് അദ്ദേഹത്തിന്റെ വാദങ്ങൾ കേട്ടപ്പോൾ സത്യസന്ധമായി എനിക്ക് അദ്ദേഹത്തോട് സഹതാപം തോന്നി. കാരണം നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ നേതാവ് മുതൽ ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന കോൺഗ്രസിന്റെ സ്പോക്സ് പേഴ്സൺ വരെ ഈ കാര്യത്തിൽ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളുടെ പർവ്വത സമാനമായ സ്ഥൈര്യം അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം അങ്ങയുടെ ഒരു 10-15 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന നിങ്ങൾ തമ്മിലുള്ള സംവാദത്തിനിടയിൽ പല ആവർത്തി അങ്ങ് ചോദിച്ചു എന്തുകൊണ്ട് ഈ ചിത്രം ഡിലീറ്റ് ചെയ്തു എന്നുള്ളത്. അദ്ദേഹം ഒരേ മറുപടി തന്നെയാണ് ആ 15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ അവസരത്തിൽ പറഞ്ഞുകൊണ്ടേയിരുന്നത്. കാരണം അദ്ദേഹത്തിന്റെ മുമ്പിൽ ഈ ചെയ്തത് ഒരു തെറ്റാണ് എന്നും താൻ ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത ഒരു ലക്ഷണമൊത്ത പച്ചക്കള്ളം അത് മാത്രമായിരുന്നു താൻ ചെയ്തത് എന്നും വൈകി തിരിച്ചറിവുണ്ടായപ്പോൾ എൻ്റെ മുമ്പിൽ ലഭ്യമായ ചില സ്ക്രീൻഷോട്ടുകൾ 8 മണിക്കൂർ അദ്ദേഹം ആ ചിത്രം പ്രചരിപ്പിച്ചതിന് ശേഷവും അത് അദ്ദേഹത്തിന്റെ തന്നെ വാളിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ചില സ്ക്രീൻഷോട്ടുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിന്റെ വാദപ്രതിവാദങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പം അത്രയും ദൈർഘ്യം നീണ്ടു നിൽക്കുന്ന മണിക്കൂറുകളിൽ താൻ പ്രചരിപ്പിച്ചത് ലക്ഷണമൊത്ത ഒരു പച്ച കള്ളമായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യം വന്നിട്ടുണ്ട്. അതിന്റെ തികട്ടലിൽ നിന്നായിരിക്കാം അദ്ദേഹം ഒരുപക്ഷെ ഒരേ കാര്യം 15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പല ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് പഠിച്ചു വെച്ച ഒരേ വാചകമല്ലാതെ അദ്ദേഹം ഒരു കാര്യവും പിന്നീട് വിശദീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇപ്പോൾ ഇത് നൽകുന്നൊരു സന്ദേശം എന്താണ്? ഇത് നൽകുന്നൊരു സന്ദേശം നിങ്ങൾക്ക് സമൂഹത്തിൽ ഔന്നത്യത്തോടുകൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ അവരവരുടേതായ മേഖലകൾ, പൊതു സാംസ്കാരിക സാമൂഹ്യ മേഖലകൾ, ഏത് മണ്ഡലത്തിലുമാവട്ടെ, അത് മാധ്യമ പ്രവർത്തകരോ സാംസ്കാരിക പ്രവർത്തകരോ ചലച്ചിത്ര പ്രവർത്തകരോ ആരുമാവട്ടെ, ഇവർക്കെതിരെ ഈ വിധത്തിലുള്ള എவ்விധത്തിലുള്ള പരാമർശം നടത്തിയാലും എങ്ങനെ നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളം ഉപയോഗിച്ച് ഒരാളെ വ്യക്തിഹത്യ നടത്താൻ, അയാളെ മോബ് ലിഞ്ചിങ്ങിന് സമാനമായി ഇടിച്ചു താഴ്ത്താൻ സാമൂഹ്യ മാധ്യമത്തിൽ ശ്രമിച്ചാലും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്, ഉപാധിരഹിതമായി ഞങ്ങൾ നിങ്ങളെ സംരക്ഷിച്ചിരിക്കും. നിങ്ങൾക്ക് KPCC സെക്രട്ടറിയാണ് നിങ്ങൾ ഇപ്പോഴെങ്കിൽ അതിനേക്കാൾ വലിപ്പമുള്ള സെക്രട്ടറിയായി നിങ്ങളെ മാറ്റും, അല്ലെങ്കിൽ അതിനേക്കാൾ വലിപ്പമുള്ള വലിയ പദവിയിലേക്ക് നിങ്ങൾ ഞങ്ങളെ ആനയിക്കും. ഈ സമീപനം ഈ ഒരു കേസിൽ മാത്രമല്ല
ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആ സമയത്തുണ്ടായ സമീപനം ഞാൻ സൂചിപ്പിച്ചു, ആവർത്തിക്കുന്നില്ല. അതിന് തൊട്ടുമുമ്പ് അങ്ങ് ഓർമ്മിക്കണം, 2023 ഈ തരത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ പ്രവർത്തകരുടെ ജീവിത പങ്കാളികൾ, അവരെ സംബന്ധിച്ച് അങ്ങേയറ്റം കേട്ടാൽ അറപ്പുളവാക്കുന്ന അശ്ലീലം പ്രചരിപ്പിച്ചു എബിൻ കൊടങ്കര എന്ന് പറയുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ. അതൊക്കെ പിടിക്കപ്പെടുന്ന സമയത്ത്, ആ കേസിൽ പിടിക്കപ്പെടുന്ന സമയത്ത് കോട്ടയം കുഞ്ഞച്ചൻ എന്ന സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിന്റെ ഉടമയും എന്നാൽ കോൺഗ്രസിന്റെ ഒരു വാർഡ് പ്രസിഡന്റുമായിരുന്നു. അല്പമാസങ്ങൾക്ക് പിറകിൽ ആങ്കർ ഓർമ്മിക്കണം, എന്റെ ഓർമ്മ ശരിയെങ്കിൽ മാതൃഭൂമി ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങളെന്ന് വാർത്ത ചെയ്തിരുന്നു. ഈ ലക്ഷണമൊത്ത അശ്ലീലം പ്രചരിപ്പിച്ച ഒരു വാർഡ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്ന ഇദ്ദേഹത്തെ KSUവിന്റെ ജില്ലാ സെക്രട്ടറിയാക്കി പ്രൊമോഷൻ കൊടുത്തിരിക്കുന്നു. എന്നിട്ട് ഇദ്ദേഹത്തിന് വേണ്ടി കോടതിയിൽ പോയത് എത്രയാണ്? കോൺഗ്രസിന്റെ പുകൾപ്പറ്റ പാരമ്പര്യം അവകാശപ്പെടുന്ന സ്വന്തമായി വക്കീൽ ഓഫീസുള്ള നമ്മുടെ മൂവാറ്റുപുഴ MLA അല്ല, അദ്ദേഹത്തെയും ചർമ്മബലം കൊണ്ട് തോൽപ്പിക്കാൻ പര്യാപ്തമായ തിരുവനന്തപുരം ജില്ലയിലെ 5 പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ വക്കീൽ കുപ്പായവും അണിഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന്റെ വക്കാലത്തുമായി കോടതി വരാന്തയിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ടൊരു അവസരം വരുമ്പോഴോ ഈ ലക്ഷണമൊത്ത അശ്ലീലം കേട്ടാൽ അറപ്പുളവാക്കുന്ന പച്ചക്കള്ളം ഇത് പ്രചരിപ്പിച്ച കോൺഗ്രസിന്റെ ഒരു വാർഡ് നേതാവിനെ ഒരു ജില്ലാ നേതാവാക്കി ഉയർത്തി പ്രൊമോഷൻ നൽകുന്നു. എന്നിട്ടിപ്പോൾ ഇദ്ദേഹം വന്ന് ന്യായീകരിച്ചത് അങ്ങ് കേട്ടില്ലേ? നമ്മുടെ മുമ്പിൽ എന്താണ്? ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ 2 കഥകൾ തിരിച്ചങ്ങോട്ട് പറയാം. ഇതേ കർണാടകയിൽ മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഭാഗമായിട്ട് 100 കണക്കിന് ഏക്കർ സ്വന്തം ഭാര്യയുടെ പേരിൽ ഒരു കോൺഗ്രസ് നേതാവ് അടിച്ചു മാറ്റി പേരെഴുതി വെച്ചു. കൈയോടുകൂടെ പിടിക്കപ്പെട്ടപ്പോൾ ആ എഴുതി വെച്ച 100 ഏക്കർ അങ്ങോട്ട് തിരിച്ചു കൊടുത്തു, സർക്കാരിന് കൈമാറി. അതായത് കട്ട മുതൽ തിരികെ കൊടുത്തിട്ട് പറയുകയാണ്, ഞാൻ ആ മുതൽ തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട്, ഇനി എന്നെ കള്ളാന്ന് വിളിക്കരുതെന്ന്. അതേ മാനകമാണ് അദ്ദേഹം പറയുന്നത്. ചിത്രത്തിൽ പെസകുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്ത ചിത്രത്തിന്റെ പേരിൽ എനിക്കെതിരെ കേസെടുക്കാൻ കഴിയുമോ? ഇതാണ് ആ കോൺഗ്രസ് നേതാവ് ചോദിച്ചത്. വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ അനുഭവ പശ്ചാത്തലമുള്ള നന്മണ്ട ചീക്കിലോട് റോഡിന്റെ ഭാഗമായിട്ട് 10 എഞ്ചിനീയർമാരിൽ നിന്ന് 5 ലക്ഷം രൂപ വീതം കൈക്കൂലി വാങ്ങിച്ചിട്ട് കൈയോടുകൂടെ പിടിക്കപ്പെടുകയും അത് അന്വേഷിച്ച കോൺഗ്രസ് സംഘം ഇദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്ത അനുഭവം വെച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ തിരികെ ചോദിക്കാം. കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ പോലും അവസരത്തിൽ അഴിമതി നടത്തി കോൺഗ്രസ് പുറത്താക്കിയിട്ട് അദ്ദേഹത്തെ പ്രൊമോഷൻ കൊടുത്തു, ഈ പദവിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇല്ലേ? ഈ അനുഭവങ്ങളുള്ള കോൺഗ്രസ്. ശരി, ഞാൻ ഇടപെടുകയാണ്. VR അനൂപ്, ജയ്ക്ക് ചോദിച്ചൊരു കാര്യമുണ്ട്. കോൺഗ്രസിന് മുഴുവൻ സംഘടനാ സംവിധാനം പ്രതിപക്ഷ നേതാവടക്കം പർവ്വത സമാനമായ പിന്തുണ കൊടുക്കുകയാണ്. ഇത് നോക്കൂ, നിങ്ങൾക്ക് ഇത് പറയാം. മുഖ്യമന്ത്രിയുടെ AI ചിത്രം, കൃത്രിമ നിർമ്മിതമായ ഒരു ചിത്രം, ഒരു തെറ്റിദ്ധാരണ മൂലം ശരിയാണെന്ന് ധരിച്ച് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം പങ്കുവെച്ചു. തെറ്റാണ്, അത് പിൻവലിച്ചു. പക്ഷേ അതിനുതകുന്ന രീതിയിലുള്ള വേട്ടയല്ല ഇപ്പോഴുണ്ടാകുന്നത്. ഇത് അനുവാദരഹിതമാണ്, ഇത് അനീതിയാണ്. ഒരു കലാപാഹ്വാനവുമില്ല. 2 തരം ജനങ്ങളെ തമ്മിലടിപ്പിക്കാനോ അത് മുഖേന സമൂഹത്തിൽ കലാപമുണ്ടാക്കാനോ പര്യാപ്തമായ തെറ്റല്ല അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ സൈബർ അതിക്രമത്തിന് കേസെടുക്കൂ, അദ്ദേഹത്തിനെതിരെ വേണമെങ്കിൽ ഡിഫമേഷന് കേസെടുക്കൂ. അല്ലാതെ കലാപാഹ്വാനത്തിന് കേസെടുക്കുക എന്ന് പറയുന്നത് അനീതിയാണ്, അക്രമമാണ്, ഞങ്ങൾ ചെറുക്കും, ഞങ്ങൾ ഏതറ്റം വരെയും പോകും എന്ന അഭിമാനത്തോടെ പറയൂ. അതിനൊരു ന്യായമുണ്ട്. ഇതെന്ത് ന്യായം? ഇതെന്ത് തോന്നിവാസം? മധു, എനിക്ക് മതിയായ സമയം വേണം. ഇവിടെ ബഹുമാന്യനായ ജയ്ക്ക് കർണാടകത്തിലെ കാര്യമടക്കം പറഞ്ഞു, അതിന് കൂടി ചെറുതായി മറുപടി പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാം. കർണാടകത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കർണാടകത്തിൽ യോഗി ആദിത്യരാജിൻ്റെ ബുൾഡോസർ രാജ് നടപ്പിലാക്കുന്നു എന്നാണ്. യോഗി ആദിത്യനാഥ് UP യിൽ നടപ്പിലാക്കുന്നത് പൗരത്വ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ വീടുകൾ അടിച്ച് നിരപ്പിലാക്കുക അല്ല. കർണാടകത്തിൽ നടന്നതിനെ അത്ര സർക്കാർ നടപടികൾക്കെതിരെ നിങ്ങൾക്ക് വിമർശനമാകാം, അതിലൊന്നും ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യുന്നില്ല. കോൺഗ്രസ് നേതാവ് P. ചിദംബരം ഉൾപ്പെടെയുള്ള ആളുകൾ അതിലെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. DK ശിവകുമാർ അടക്കം അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അവിടെ ക്വാറിയുമായി ബന്ധപ്പെട്ട വാസയോഗ്യമല്ലാത്ത ഭൂമിയാണ്, വാസയോഗ്യമായ ഭൂമി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നടപടിക്രമങ്ങൾ പാലിക്കപ്പെട്ടില്ലെങ്കിൽ അത് തിരുത്തപ്പെടണം എന്നുള്ള കാര്യം സംശയമില്ല. അതിനെ പൗരത്വ സമരത്തിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ വംശീയമായി ഉന്മൂലനം ചെയ്യുന്ന, അവരെ തേരിൽ ഇറക്കുന്ന യോഗി ആദിത്യനാഥിൻ്റെ നടപടിക്രമവുമായി സമീകരിക്കുന്നത് സംഘപരിവാറിന്റെ പ്രവർത്തനത്തിന് ലഘൂകരിക്കലാണ്. കർണാടക എന്ന് പറയുന്നത് ആൾക്കൂട്ട ആക്രമണത്തിനെതിരെ, വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ, രാജ്യത്ത് ആദ്യമായി ഹേറ്റ് സ്പീച്ചിനെതിരെ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനമാണ്. ഇവിടെ ഇരിക്കുന്ന ജേക്സി തോമസിന്റെ പാർട്ടിയെ പോലെ 60 വിദ്വേഷ പരാമർശങ്ങൾ ഉണ്ടാക്കിയ ആളെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്ന, അവരെ രാഷ്ട്രീയമായി സംരക്ഷണം നൽകുന്ന സംസ്ഥാനമേ അല്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുന്നു. ഈ അല്ല, കർണാടകത്തെ കുറിച്ച് പറഞ്ഞപ്പോ മാധു കേട്ടിരുന്നില്ലേ? ചർച്ചയുടെ തുടക്കത്തിലാണ്. അങ്ങേക്കും ആകാമായിരുന്നു. അങ്ങ് ആ എനിക്ക് ഞാൻ ഇനി ഇതിലേക്ക് വരാം. ഒരു കുഴപ്പമില്ല, എനിക്ക് ഇതിനകത്ത് പോയിന്റ് ഇല്ലാത്തൊരു പ്രശ്നവുമില്ല. ഇവിടെ മാധുവും അതുപോലെ ജയ്ക്കും
നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ? ഈ പറയുന്ന എൻ സുബ്രഹ്മണ്യൻ അദ്ദേഹം ആദ്യം ഒരു ഫോട്ടോ ഇടുന്നു, അത് ഡിലീറ്റ് ചെയ്യുന്നു എന്നതാണല്ലോ നിങ്ങളുടെ പ്രശ്നം. സമാനമായൊരു കാര്യം ജെയ്ക്സി തോമസിന്റെ സുഹൃത്ത് ഇവിടുത്തെ CPM-ന്റെ സ്പോക്ക് പേഴ്സണായ അരുൺകുമാർ ചെയ്തില്ലേ? ശ്രീകുമാർ എന്ന് പറയുന്ന ഈ സ്വർണ്ണക്കൊള്ളയിൽ ഉള്ള പ്രതിസ്ഥാനത്ത് വന്ന ഒരാൾ കോൺഗ്രസിന്റെ മന്ത്രിയായ ശിവകുമാറിന്റെ സഹോദരനാണ് എന്ന് പറഞ്ഞ് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത അരുൺകുമാറിനെതിരെ കേസുണ്ടോ? എൻ സുബ്രഹ്മണ്യനെതിരെ കേസെടുത്ത് ഈ സർക്കാർ അരുൺകുമാറിനെതിരെ കേസെടുത്തിട്ടുണ്ടോ? ഇതിലും സമാനമായ ചാർജ് നിലനിൽക്കില്ലേ? കോൺഗ്രസ് നേതാക്കൾ സ്വർണ്ണക്കള്ളയിൽ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞ് അത് ജനങ്ങൾക്കിടയിൽ വെറുപ്പ് പ്രചരിപ്പിച്ച് കോൺഗ്രസിനെതിരെ കലാപാഹനത്തിനുള്ള ശ്രമമായി അതിനെ വ്യാഖ്യാനിച്ചുകൂടെ? ഈ പറയുന്ന ഇവിടെ ഞങ്ങൾക്ക് സഹതാപം തോന്നുന്നു എന്നൊക്കെ ജെയ്ക്സി തോമസ് പറയുമ്പോൾ ജെയ്ക്കിനോട് എനിക്ക് സഹതാപം തോന്നുക. ജെയ്ക്കിന്റെ സഹപ്രവർത്തകൻ, ഉത്തരവാദിത്തപ്പെട്ട ഒരു അഭിഭാഷകൻ, AI കുറിച്ചൊക്കെ ഈ പറയുന്ന സുബ്രഹ്മണ്യനേക്കാൾ കൂടുതൽ ആധികാരികമായി അറിയുന്ന പുതിയ ജനറേഷനിൽപ്പെട്ട ഒരാൾ പച്ച നുണ പറഞ്ഞ് വലിയ പ്രതിഷേധമുണ്ടായി, അത് ഡിലീറ്റ് ചെയ്ത് ഇപ്പോൾ ഇതൊന്നും അറിയാത്ത മട്ടിൽ ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണൻ എന്ന മട്ടിൽ കണ്ടടച്ചിരിക്കുകയാ. ഇപ്പോഴും ആ മാന്യൻ നിരന്തരം ഇതേ വിഷയത്തിലടക്കം ചാനൽ ചർച്ചകൾ പ്രത്യക്ഷപ്പെടുകയാ. എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ജയിക്കിനുള്ള മറുപടി അല്ലല്ലോ. എന്റെ ചോദ്യത്തിലേക്ക് വരൂ വി ആർ അനൂപ്. മാധു പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കൃത്യമാണ്. മാധു ചോദിച്ച ചോദ്യം കൃത്യമാണ്. നിങ്ങൾ അനുവാദരഹിതമായ നീതിയെക്കുറിച്ച് സംസാരിച്ചു, അതിനകത്ത് പ്രശ്നമില്ല. ഇനിയും എന്തിനാണ് നിങ്ങൾ എൻ സുബ്രഹ്മണ്യനെ പോലെ ഒരാളെ സംരക്ഷിക്കുന്നത് എന്നല്ലേ മാധു ചോദിക്കുന്നത്? ഞങ്ങൾക്ക് ചെയ്ത കുറ്റകൃത്യത്തെ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നില്ല. നിങ്ങൾ അത് അഡ്രസ് ചെയ്യാത്തത് രാഷ്ട്രീയ വേട്ടയാണെന്ന ആരോപണം മാത്രം ഉന്നയിക്കുകയാണ്. അല്ല, രണ്ട് കാര്യമുണ്ട് മാധു. ഞങ്ങൾ ആ താങ്കൾ പറയുന്ന ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് കുറ്റകൃത്യം എന്ന് പറയുന്നതിനെ ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഇവിടെ ഇരട്ട നീതി നടക്കുന്നതുകൊണ്ടാ. എന്താ സംശയം? അരുൺകുമാർമാർ സുരക്ഷിതരായിരിക്കുന്നു. ഇവിടെ കലാപാഹനമാണല്ലോ കേസ്. VHPയുടെ സംസ്ഥാന നേതാവ് പറഞ്ഞു വാവർ നട ഇടിച്ചു പൊളിക്കണം, വാവർ പള്ളി പൊളിച്ചു കളയണം. അതിന്റെ പരാതി കൊടുക്കുന്ന ആളാണ്. കുറെ ആളുകൾ നീതി ലൈസൻസ് ആണോ? അല്ലല്ല, ഞാനൊരു ചോദ്യം ചോദിച്ചാൽ അപ്പുറത്തിരിക്കുന്ന പാനലിസ്റ്റ് CPM-കാരന്റെ കൂടെയുള്ളവർ ചെയ്തില്ലേ, ഇപ്പുറത്തിരിക്കുന്ന പാനലിസ്റ്റ് BJP-കാരന്റെ കൂടെയുള്ളവർ ചെയ്തില്ലേ എന്നുള്ളത് അതിന് മറുപടി ആവില്ല. അത് അവർ ചോദിക്കുന്നതിന്റെ മറുപടി ഓക്കെ വി ആർ അനൂപ്. അത് അവർ ചോദിക്കുമ്പോൾ അവർക്ക് മറുപടി. ഞാൻ ചോദിച്ചാൽ സ്വാഭാവികമായും നിങ്ങളുടെ മറുപടിയാണ് വേണ്ടത്. മാധുവിന്റെ മറുപടി തന്നെയാണ് പറയുന്നത്. വളരെ കൃത്യമായി പറയാണ്, ആധികാരികമായി ആവർത്തിച്ച് പറയാണ്. മാധുവിന്റെ എല്ലാ ഉത്കണ്ഠയെയും അഡ്രസ് ചെയ്തുകൊണ്ട് പറയാണ്, ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ നിരന്തരം ഇത്തരം കേസുകൾ വരുമ്പോൾ അതിനെതിരെ നടപടിയെടുക്കാത്ത ഒരു സർക്കാർ സംവിധാനം ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ കേസെടുത്താൽ ഞങ്ങൾ അതിനെ സംരക്ഷിക്കുമെന്നുള്ളത് മാധുവിനുള്ള മറുപടിയാണ്. ശരിതെറ്റുകൾ മാധു അല്ലല്ല ശരിതെറ്റുകൾ മാധ്യമ ചർച്ചയിലൂടെ തീരുമാനിക്കേണ്ടതല്ല ഇവിടെ. അല്ല, ശരി തെറ്റുകൾ ഞാൻ തീരുമാനിക്കേണ്ടതല്ല. എൻ സുബ്രഹ്മണ്യൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ അങ്ങ് പറയൂ. അല്ല, എൻ സുബ്രഹ്മണ്യൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പോലീസ് വേട്ടയ്ക്ക് വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറല്ല. എന്താണ് കാരണം എന്ന് പറയുന്നത്? അരുൺകുമാറിനെ പോലെ ശരിയല്ല എന്ന് പറഞ്ഞ കേസ് പിൻവലിക്കോ? കോൺഗ്രസ് ശരിയാണെന്ന് പറഞ്ഞാൽ വേട്ടയാടുമോ? ഇതൊക്കെ എവിടെ പറയുന്നതാണ്? ഒരു കേസ് FIR രജിസ്റ്റർ ചെയ്ത് കേസ് എടുത്തിരിക്കുന്നു. ഇപ്പൊ കോൺഗ്രസ് നിലപാടൊന്നും ബാധകമല്ല. രാഷ്ട്രീയ നിലപാടാണ് കോൺഗ്രസ്സുകാരുടെ നിലപാട് ബാധകമല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചിത്രം വ്യാജമായി പ്രചരിപ്പിക്കുന്ന തെറ്റാണോ ശരിയാണോ? ഞാൻ പ്രശ്നം അങ്ങ് പറ. മാധു ഒരു മിനിറ്റ്. അരുൺകുമാർ ഇത്തരം ഒരു പച്ച നുണ പ്രചരിപ്പിച്ച് അറസ്റ്റ് ഉണ്ടായോ? മാധ്യമ ചർച്ച ഉണ്ടായോ? അതുകൊണ്ട് ഞങ്ങൾക്ക് ആനുപാതികമായി അല്ല മാധുവിന്റെ നിഷ്പക്ഷതയെന്ന് ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഈ പ്രശ്നം ഇവിടെ ഉന്നയിക്കപ്പെടുന്നത് ഇവിടെ AI കുറിച്ച് അറിയുന്ന പുതിയ ജനറേഷനിൽപ്പെട്ട ഒരു മാധ്യമ ചർച്ചകൾ സ്ഥിരം പങ്കെടുക്കുന്ന ഒരാൾ പച്ച നുണ കരുതി കൂട്ടി പ്രചരിപ്പിച്ച് ഒരു ഉളുപ്പുമില്ലാതെ വീണ്ടും വന്ന് അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. അതിനെ കുറിച്ച് അദ്ദേഹത്തിനെതിരെ കേസെടുത്തില്ലേ? അരുൺകുമാറിനെതിരെ കേസെടുക്കട്ടെ. ഞാൻ ചോദിക്കാം അങ്ങ് നേരത്തെ
ആ തെറ്റിനെ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മാധു അല്ല തെറ്റും ശരിയും തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങ് പറ, AI ചിത്രം നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ? തെറ്റാണോ ശരിയാണോ? മാധു അല്ല, ഞാൻ അതിലേക്ക് വരാം. മാധു ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ നിന്നും ഒരു ചർച്ചയിൽ ഞാൻ ഒളിച്ചോടിയിട്ടില്ല. ഞാൻ വരും. ഞാൻ പറയുന്നു, മാധു എന്നോട് ചോദിക്കുന്നത് എന്താ, അത് തെറ്റാണോ ശരിയാണോ? അതിന്റെ ഉത്തരം, ഡയറക്റ്റ് ആയ ഉത്തരം മാധു കേട്ടോളൂ. മാധു, അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. അത് AI ആണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. കേസെടുത്തുള്ള വിഷയമല്ലേ, കോടതി തീരുമാനിക്കട്ടെ. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമല്ലേ. ഞങ്ങൾ തെറ്റാണോ ശരിയാണോ എന്ന ചോദ്യത്തിന് അത് കോടതിയുടെ പരിഗണനയിലുള്ള കാര്യമാണ് എന്ന് പറഞ്ഞാൽ, അല്ലല്ല, ഇത് നോക്കൂ, ഈ A. പത്മകുമാറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് VN വാസവൻ ഇവിടെ തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നുണ്ട്, എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് സമ്മതിച്ചു കൊടുത്തായിരുന്നോ? നിങ്ങളുടെ മേൽ പോറലേൽക്കുന്ന വിഷയം വരുമ്പോൾ മാത്രം അല്ല, സബ്ജുഡൈസ് അല്ലേ? അല്ല, അത് ശരിയല്ലല്ലോ. അല്ല, ഇവിടെ ഈ പറയുന്ന ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ നിരന്തരം AI ഉപയോഗിച്ച് വ്യാജ നേതാക്കന്മാർക്കെതിരെ മാത്രമല്ല, ഇവിടെ CPM-കാർക്കെതിരെ BJP-കാർക്കെതിരെ അത്തരം ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് നോക്കൂ, EP ജയരാജന്റെ ഭാര്യയുടെ തല വെട്ടിയൊട്ടിച്ച് പ്രചാരണം നടന്നില്ലേ? അതൊക്കെ ശരിയാണ്. അത് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഈ കെട്ടകാലത്ത് ഉണ്ടാകുന്നുണ്ട്. എനിക്ക് ഒരൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചിത്രം ഈ സംസ്ഥാനം കണ്ട ഒരു കൊടും കുറ്റവാളിയെ ഓമനിക്കുന്ന തരത്തിൽ തെറ്റായി നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നത് തെറ്റാണോ ശരിയാണോ? രണ്ട് ഓപ്ഷനേ ഉള്ളൂ കേട്ടോ, തെറ്റാണോ ശരിയാണോ എന്നെ. ആ രണ്ട് ഓപ്ഷനേ ഉള്ളൂ, പറയാമെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞല്ലോ. അല്ല, മഹാദു എത്ര ആവർത്തിച്ച് ചോദിച്ചാലും ഞാൻ പറയില്ല. യെസ് ഓർ നോ ആണെന്ന് പറഞ്ഞാലും ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണെന്ന് പറഞ്ഞാലും എന്റെ ഉത്തരം ഒന്ന് മാത്രമാണ്. N. സുബ്രഹ്മണ്യനെ സംരക്ഷിക്കാനാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട്. അതിനകത്തൊരു സംശയമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടാൽ പ്രചരിപ്പിക്കില്ലേ എന്ന്. സൈബർ അതിക്രമം എന്ന് പറയുന്ന ഗുരുതരമായ കേരളത്തിലെ സ്ത്രീ സമൂഹം അടക്കം എല്ലാ ദിവസവും വേദന പേറുന്ന സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും സൈബർ കുറ്റകൃത്യം ചെയ്ത ഒരാളെ ഞങ്ങൾ സംരക്ഷിക്കും എന്നാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ തീരുമാനം എന്ന് പറയുന്നത് വളരെ നല്ലതാണ്, മികച്ചതാണ്, വെച്ചോളൂ. തിരികെ സ്വാഗതം. ചർച്ചയിലേക്ക് മനു. ഇപ്പം ഇന്നലെ ശ്രീ N. സുബ്രഹ്മണ്യൻ നമ്മളോടൊപ്പം ചർച്ചയിലിരുന്നപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചൊരു കാര്യം ഞാൻ നേരത്തെ മനുവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസെടുക്കാത്തതെന്ന്. കാരണം അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ ചിത്രം, അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ നിലനിർത്തിയിരിക്കുന്ന ആ ചിത്രം രാജീവ് ചന്ദ്രശേഖരൻ പങ്കുവച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ സോണിയാഗാന്ധിയുടെ ചിത്രം കൂടി പങ്കുവെക്കുന്നത് കൊണ്ട് അതിന് പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യമില്ല എന്ന് നിങ്ങൾക്ക് പറയുകയും ചെയ്യാം. പക്ഷേ ആ ചിത്രവും സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി മറ്റൊരർത്ഥം ഉണ്ടാക്കാൻ പോകുന്ന തരത്തിലുള്ള ചിത്രമാണ്. അതായത് അതിൽ അവർ രണ്ടുപേർ മാത്രമാണുള്ളത്. മുഖ്യമന്ത്രി വഴിമാറാൻ പറയുന്ന കൈയെടുത്തു കാണിക്കുന്ന ചിത്രം, അവിടെ കൈ കൂപ്പിയതിനു ശേഷം തിരിഞ്ഞു പോകാൻ നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി. പക്ഷെ അവർ രണ്ടുപേരുടെയും മാത്രം ചിത്രം എടുക്കുന്ന സമയത്ത് അവർ തമ്മിലുള്ള ഒരു സ്വകാര്യ സംഭാഷണമോ ഒരു സ്വകാര്യമായ ജസ്റ്ററോ ആയി അത് പരിഗണിക്കപ്പെടും. അത് ഒരുതരം മാനിപ്പുലേഷനാണ്. ആ ചിത്രം കണ്ടതിന് ശേഷം ആൾക്കാർ വിലയിരുത്തുന്നതിന് ഞാൻ മറുപടി പറയുന്നില്ല. പക്ഷെ ഞാൻ ഞങ്ങളുടെ വിലയിരുത്തൽ പറയാം. ചിത്രത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഞങ്ങൾ ഈ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത്. ഒന്ന്, ഞങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ചിത്രം എവിടെ നിന്നെങ്കിലും എടുത്തുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്തതല്ല. ഇതെല്ലാം സംഭവിച്ച ദൃശ്യങ്ങളാണ്, കിട്ടിയതിൽ നിന്ന് മാനിപ്പുലേറ്റ് ചെയ്തതാണ്. സംഭവിച്ച ദൃശ്യങ്ങളാണ്, സംഭവിച്ച ദൃശ്യങ്ങളിൽ നിന്നെടുത്ത ചിത്രമാണ്. അതിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. മുഴുവൻ ചിത്രമാണ്. സൂം ചെയ്യുന്ന ദൃശ്യത്തിൽ പോലും അവർ രണ്ടുപേരും മാത്രമായി വരുന്നില്ല. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ധാരാളമുണ്ട്. കടകംപള്ളി സുരേന്ദ്രനുമായിട്ടിരിക്കുന്ന ചിത്രങ്ങളുണ്ട്. ഞാൻ പൂർത്തിയാക്കുന്നതിന് എനിക്ക് മടിയില്ലല്ലോ. ചിത്രങ്ങളുണ്ട്. രണ്ട്, ഈ MLA ആയിട്ടുള്ള CPM-ന്റെ ആൾക്കാർ ഇന്ന് ജയിലിലാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയിലിലാണ്. ഞങ്ങൾ ഈ വിഷയവുമായി സോണിയാഗാന്ധിയെ കാണുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഈ ചിത്രങ്ങളെല്ലാം ഞങ്ങൾ ഈ വിഷ്വലിൽ നിന്ന് എടുത്തു പങ്കുവച്ചതാണ്, ഞങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്തതല്ല. ഇനി നിങ്ങൾ നോക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മാത്രം എന്തിനാ അതിൽ നിന്ന് എടുത്തു ബാക്കിയുള്ളവരെ കൂടെ എടുത്തൂടെ എന്നുള്ളതാണ് ചോദ്യം. ഒരു കാര്യം ചെയ്യാൻ, ബാക്കിയുള്ളവരെയും കൂടെ ഇടാം. എല്ലാവരും കുറ്റക്കാരാണ്. ഞങ്ങൾ അതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാരെന്നതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുഖ്യമന്ത്രിയാണ് ഞങ്ങൾക്ക് കാണിക്കേണ്ടത്. അതുകൊണ്ട് അത് പോസ്റ്റ് ചെയ്തു. ഇനി ബാക്കിയുള്ള ശരിക്കുള്ള ചിത്രമാണല്ലോ, അത് നിങ്ങൾക്ക് സംശയമില്ല.
ശരിക്കുള്ള ചിത്രമാണ്, ശരി, ബാക്കിയുള്ളവരെ കൂടെ പോസ്റ്റ് ചെയ്യാത്ത നിങ്ങളുടെ വിഷമം മനസ്സിലാക്കി നമ്മൾ എല്ലാവരെയും കൂടെ ഒരുമിച്ച് പോസ്റ്റ് ചെയ്യാം. പക്ഷെ ബാക്കി ആൾക്കാരെല്ലാം അതിൽ വന്നതുകൊണ്ടോ വന്നില്ലെങ്കിലോ പ്രസക്തമല്ലല്ലോ. അതിൽ പൊളിറ്റിക്കൽ അജണ്ട ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമാണ്. ഞാൻ ചോദിക്കട്ടെ, വളരെ നിഷ്കളങ്കമായി പോസ്റ്റ് ചെയ്ത ഞങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടിയാണ്, ഞങ്ങൾ പൊളിറ്റിക്കൽ പ്രസ്ഥാനമാണ്. വസ്തുതാപരമായുള്ള കാര്യങ്ങൾ എടുക്കും, ഞങ്ങൾ പോസ്റ്റ് ചെയ്യും, ഞങ്ങൾക്ക് പറയാനുള്ളത് പറയും, അതിന് വസ്തുതയുടെ പിൻബലം ഉണ്ടാകും. അത് ഞങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അതെ, ഇതിൽ രാജീവ് ചന്ദ്രശേഖർ എന്തെങ്കിലും തരത്തിലുള്ള വ്യാജ ചിത്രം പങ്കുവെച്ച ഒരു ആരോപണം എനിക്കില്ല. ഇന്നലെ എൻ സുബ്രഹ്മണ്യം ഇവിടെ പറഞ്ഞപ്പോഴും അദ്ദേഹത്തിന്റെ പേജിൽ പോയി ആ ചിത്രം എടുത്തു നോക്കി, അത് രാജീവ് ചന്ദ്രശേഖർ ആ ചിത്രം വ്യാജമായി നിർമ്മിച്ചതല്ല എന്ന് ആ മൊമെന്റിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ അതിലൂടെ ഒരു സന്ദേശം നിങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. കാരണം സോണിയാഗാന്ധി ഒപ്പമുള്ള ചിത്രം നിങ്ങൾ ക്രോപ്പ് ചെയ്തിട്ടില്ല. തീർച്ചയായും ഞങ്ങൾക്കൊരു സന്ദേശം പങ്കുവെക്കാനുണ്ടല്ലേ ഞങ്ങൾ ഇത്രയും ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുന്നതും ഈ ഫോട്ടോ ഒക്കെ ഇടുന്നത്. അതിനെന്താ സംശയമോ? അത് ഒളിച്ചടത്തിയതല്ലോ, നേരെ പബ്ലിക് ഡൊമൈനിൽ ഞങ്ങൾ ഇട്ട പോസ്റ്റാണ്. ഞങ്ങൾക്കൊരു സന്ദേശം പറയാനുണ്ട്. ഇരു മുന്നണികളും കേരളത്തിൽ ഒരുമിച്ച് പോയി ഈ ക്ഷേത്രം ഒരു കാര്യം ചോദിക്കട്ടെ. ഈ കേസിൽ കേരളത്തിന്റെ ഭരണാധികാരി, ഏറ്റവും പ്രധാനപ്പെട്ടയാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും തമ്മിൽ വളരെ വ്യക്തിപരമായ ഒരു ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കുക ഒരു രാഷ്ട്രീയ ലക്ഷ്യമായി പോകുന്നത് ശരിയായ പ്രവണതയാണോ? ആ വീഡിയോ മുഴുവനായി കാണുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പേഴ്സണൽ മൊമെന്റ് അവർ ഷെയർ ചെയ്യുന്നില്ല, എന്തെങ്കിലും തരത്തിലുള്ള ഒരു അനുഭാവം പ്രകടമാക്കുന്നില്ല. പക്ഷെ ആ ചിത്രങ്ങളിലൂടെ അത് അങ്ങനെ പങ്കുവെക്കപ്പെടുന്നുണ്ട്. അത് ശരിയായ പ്രവണതയാണോ? ഞാൻ ചോദിക്കട്ടെ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് പിണറായി വിജയന് ബന്ധമുണ്ട് എന്ന് കാണിക്കാനാണ് ഞങ്ങളത് ഇട്ടതെന്നാണ് നിങ്ങൾ വിലയിരുത്തുന്നതിൽ ഞങ്ങൾക്ക് തെറ്റില്ല. ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറപ്പ്, ഞങ്ങളുടെ വിശ്വാസം. അതിൽ ഞങ്ങൾക്ക് ക്ലാരിറ്റി കുറവില്ലല്ലോ. ക്ലാരിറ്റി കുറവുണ്ടെങ്കിലാണല്ലോ അത് അങ്ങനെ ഇടാമോ ഇത് ഞങ്ങളിത് കൊണ്ടുവന്നതല്ല. ഞങ്ങളുടെ ക്ലാരിറ്റി എന്താണ്? ആ ചിത്രം ഞങ്ങൾ മാനിക്കുലേറ്റ് ചെയ്തല്ല. അങ്ങ് തന്നെ സൂചിപ്പിച്ചു, ഇന്നലെ മാതൃഭൂമി അത് ഞാൻ കണ്ടതുമാണ്. അത് കൃത്യമായി നിങ്ങൾ പറയുന്നുണ്ട്. അത് വ്യാജ ചിത്രമല്ല, അത് ശരിക്കുള്ള ചിത്രമാണ്. അതിനി മാനിക്കുലേറ്റ് ചെയ്യാത്തതല്ലാത്തത് കൊണ്ട്, ശരിക്കുള്ള ചിത്രം ആയതുകൊണ്ട് ഞങ്ങൾ ബോധപൂർവം അത് പോസ്റ്റ് ചെയ്തതാണ്, തുറന്നു കാണിക്കാൻ പോസ്റ്റ് ചെയ്തതാണ്. ജനങ്ങൾ അന്വേഷിക്കട്ടെ. ശരി, വ്യക്തമാണ്. ജെക്സി തോമസ്, ഇപ്പോ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇത്തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്ത, ഇത്തരത്തിൽ കൃത്രിമമായി നിർമ്മിച്ച ധാരാളം ചിത്രങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഇവർക്കൊക്കെ എതിരെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോഴൊന്നും കേസ് എടുക്കുന്നില്ല. എന്തുകൊണ്ട് ഇപ്പോൾ മാത്രം കേസ്? കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കൾക്കില്ലാത്ത എന്ത് പ്രിവിലേജാണ് മുഖ്യമന്ത്രിക്കുള്ളത്? ഇതാണ് കോൺഗ്രസിന്റെ ചോദ്യം. തീർച്ചയായിട്ടും ആ ചോദ്യം പ്രസക്തമാണ്. ആ ചോദ്യം പ്രസക്തമാണോ പ്രധാനപ്പെട്ടതുമാണ്. ആ കാര്യത്തിൽ രണ്ട് നീതി ഏതെങ്കിലും കാരണവശാൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ രണ്ട് നീതിയുടെ പക്ഷത്ത് ഇവരെ പോലെ ന്യായീകരിക്കാൻ ഞാൻ നിലയുറപ്പിക്കില്ല. പക്ഷേ ഇതിലേക്ക് പറഞ്ഞു വരുന്ന പ്രത്യേകത എന്താണ്? ഇപ്പോൾ അദ്ദേഹം പല ആവർത്തി പറയുന്നു ഇതേ അതിക്രമം ഞങ്ങൾ നേരിട്ടിട്ടില്ലേ എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ മുഖമില്ലാത്ത സൈബർ ഹാൻഡിലുകൾ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പേരിൽ ആ രാഷ്ട്രീയത്തെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തെ കൂടെ തേജോവധം ചെയ്യാനായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടാകും. എന്റെ ചോദ്യവും കൺസേണും എന്താണ്? എന്റെ ചോദ്യവും കൺസേണും ഇത്തരം അധമ പ്രവർത്തി ചെയ്തിട്ടും ഈ സംഘങ്ങൾക്ക് കിട്ടുന്ന ന്യായീകരണം, സംരക്ഷണം, അവർക്ക് കിട്ടുന്ന രാഷ്ട്രീയത്തിലെ പ്രമോഷൻ, അവർക്ക് കിട്ടുന്ന ചുവന്ന പരവതാനി വിരിച്ചിട്ടുള്ള സ്വീകരണം, കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ കേരളത്തിന്, നാടിന് നൽകുന്ന സന്ദേശം എന്താണെന്നുള്ളതാണ് എന്റെ ചോദ്യം. അതിൽ എത്ര അനുഭവങ്ങളുണ്ട്? ഞാൻ കോൺഗ്രസിന്റെ മുഖമില്ലാത്തൊരു ഐഡിയ ചൂണ്ടിക്കാണിച്ചിട്ടല്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ പദവിയും ഒക്കെ അലങ്കരിച്ചിരുന്ന സഖാവ് ഇ.പി. ജയരാജന്റെ ജീവിത പങ്കാളിയുടെ തല വെട്ടിമാറ്റിയ ചിത്രം പ്രചരിപ്പിച്ചത് കേരളത്തിലെ ഒരു DCC പ്രസിഡന്റാണ്, ആയിരുന്നില്ലേ? എന്നിട്ട് എന്ത് നടപടി സ്വീകരിച്ചു? കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന് പറയണം. അതിന്റെ തുടർച്ചയിൽ കേരളത്തിലെ പ്രഗത്ഭനായ ആരോഗ്യരംഗത്തെ ഒരു മിടുമിടുക്കൻ, കേരളത്തിലെ തൃക്കാക്കരയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന്റെ തല വെട്ടിമാറ്റിയിട്ട് അശ്ലീല ദൃശ്യം പ്രചരിപ്പിച്ചു. ആ ചോദ്യം ഉയർന്നു വന്നപ്പോൾ കേരളത്തിന്റെ വാർഡ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഞാൻ മുഖവിലേക്ക് എടുക്കില്ല. എന്തിനധികം പറയുന്നു, ഒരു മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഞാൻ മുഖവിലേക്ക് എടുക്കത്തില്ല. കേരളത്തിന്റെ ഭാവി രാജാവായി ഇവർ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഈ അശ്ലീല ദൃശ്യം കിട്ടിയാൽ ഏത് കോൺഗ്രസ്സുകാരനാണ് പ്രചരിപ്പിക്കാത്തത്? ഇതിൽ പരം സംരക്ഷണം എവിടെ കിട്ടും? ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ള സ്ത്രീകളെ ആക്ഷേപിക്കാൻ, അപമാനിക്കാൻ വീഡിയോ ദൃശ്യങ്ങൾ ചെയ്ത വാർഡ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു എബിൻ കൊടങ്കര. ആ എബിൻ കൊടങ്കരയെ കയ്യോടുകൂടെ കേരളത്തിന്റെ പോലീസ് പിടികൂടിയ എബിൻ കൊടങ്കരയ്ക്ക്, ഒരു വാർഡിൽ മാത്രം നേതാവായിരുന്ന കൊടങ്കരയ്ക്ക്, അദ്ദേഹം സൈബർ സ്പേസിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിലയുറപ്പിച്ച സ്ത്രീകളെ ആക്ഷേപിക്കാൻ അശ്ലീല ദൃശ്യം ചമച്ചു എന്ന ഒറ്റ കാരണത്താൽ 6 മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ ജില്ലാ നേതാവാക്കി ഇവർ ഉയർത്തി. ഇവർ നൽകുന്ന സന്ദേശം എന്താണ്? അതായത് വി എസ് ശിവകുമാറിന്റെ സഹോദരൻ എന്ന നിലയ്ക്ക് ഈ കേസിലെ ഒരു പ്രതിയുമായി ബന്ധപ്പെട്ട്
നമ്മുടെ ഒരു പാനലിസ്റ്റ് തന്നെ അദ്ദേഹം ചോദിച്ച ചോദ്യമാണ്, എനിക്ക് ചോദിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ തരത്തിൽ രാഷ്ട്രീയ ബോധ്യമുള്ള ഒരാൾ പ്രചരിപ്പിച്ചിട്ട് നിങ്ങൾ കേസെടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ അദ്ദേഹം ഇവിടെ പേരെടുത്ത് പറഞ്ഞു, ഇടതുപക്ഷത്തിന്റെ സ്പോക്സ് പേഴ്സണായി നമ്മളുടെ ഈ സംവാദങ്ങളിൽ പങ്കെടുക്കാറുള്ള മിടുമിടുക്കനായ അഭിഭാഷകൻ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് KS അരുൺകുമാർ ഇത്തരത്തിൽ മറ്റൊരാളെ ഈ മുൻ ദേവസ്വം മന്ത്രി കൂടിയായിട്ടുള്ള കോൺഗ്രസ് നേതാവിന്റെ സഹോദരനായി ചിത്രീകരിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അത് പിൻവലിക്കുകയും ആ കാര്യത്തിൽ അദ്ദേഹം ഖേദപ്രകടനവും ക്ഷമാപണവും നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനി ആ കാര്യത്തിൽ പോലും ഇതേ കാര്യത്തിലുള്ള മാനദണ്ഡമാക്കേണ്ടതായിട്ടുണ്ടോ? അതായത് അദ്ദേഹം ഈ പോസ്റ്റ് ഇട്ട മണിക്കൂറുകൾക്കകം ഇത് പ്രചുര പ്രചാരം നടത്താനുള്ള ഒരു സോഷ്യൽ മീഡിയ ഉപകരണമായി ആ പോസ്റ്റ് മാറിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കോൺഗ്രസ് നേതാവ് പരാതി കൊടുക്കണം. അങ്ങ് പരാതി കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയോ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഈ കേസിനകത്ത് ഒരു സൈബർ മോബ് ലിഞ്ചിങ്ങിനുള്ള സാധ്യത ഈ പറയുന്ന കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി മുഖാന്തരം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പരാതി പരാതി കൊടുത്തു എന്നുള്ളതിനെ സംബന്ധിച്ച് അങ്ങ് സൂചിപ്പിക്കാം. അങ്ങിങ്ങനെ ഓവർലാപ്പ് ചെയ്ത് ഇടപെടരുത്. അങ്ങ് ഓവർലാപ്പ് ചെയ്ത് ഇടപെടരുത്. അങ്ങയുടെ അവസരത്തിൽ അങ്ങ് പറഞ്ഞല്ലോ, ഞാൻ ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. എന്റെ അവസരത്തിൽ ഞാൻ സംസാരിക്കും. അങ്ങ് പ്രധാനപ്പെട്ടതായി അങ്ങ് കേരളത്തിലെ കോൺഗ്രസ് ആകെ ഇപ്പം മാതൃകാ പുരുഷനായി അംഗീകരിക്കുന്നത് ഞങ്ങളുടെ പ്രതിനിധിയായി സംവാദങ്ങളിൽ പങ്കെടുക്കാറുള്ള അഡ്വക്കേറ്റ് KS അരുൺകുമാറിനെയാണെന്ന് എനിക്ക് അറിയുമായിരുന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചാണ് ഇപ്പൊ തിരികെ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ആ വാദം, ഈ കോൺഗ്രസിന്റെ വാദമല്ല ഞങ്ങൾക്ക് ആ കാര്യത്തിലുള്ളത്. ആ കാര്യത്തിൽ അദ്ദേഹം തിരുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, തിരുത്തിയതിന് ശേഷവും നിങ്ങൾക്ക് ഇനിയും ആക്ഷേപമുണ്ടോ? ആക്ഷേപമുണ്ടെങ്കിൽ കോൺഗ്രസ് നിയമത്തിന്റെ വഴി സ്വീകരിക്കണമെന്ന അഭ്യർത്ഥന ഞാൻ അങ്ങോട്ട് നടത്തുകയാണ്. അതല്ലാതെ ഞങ്ങൾ കോൺഗ്രസ് ചെയ്തതുപോലെ തന്നെ ചെയ്യും. ഇനിയും ഞങ്ങൾ ഇത് പ്രചരിപ്പിക്കും. ഇനി തെറ്റാണെങ്കിലും ആണെങ്കിലും ലക്ഷണമൊത്ത പച്ചക്കള്ളം ഒരാളെ വ്യക്തിപരമായും രാഷ്ട്രീയമായും സമൂഹ മാധ്യമത്തിൽ ഇല്ലാതാക്കാൻ ഈ ആൾക്കൂട്ട മനഃശാസ്ത്രത്തിന്റെ ഭാഗമായിട്ടുള്ള സോഷ്യൽ മീഡിയ മോബ് ലിഞ്ചിങ് ഞങ്ങൾ ഇനിയും നടത്തും എന്ന് പറയുന്ന കോൺഗ്രസ് സമീപനം ഞങ്ങൾക്കില്ല. അത് നടത്തിയിട്ടുള്ള തെറ്റായ പ്രവൃത്തി ചെയ്തിട്ടുള്ള ആളുകളെ ഞങ്ങൾ ജില്ലാ നേതാക്കന്മാരും സംസ്ഥാന നേതാക്കന്മാരും ആക്കുമെന്നും പോലീസിന്റെ വേട്ടയാടപ്പെട്ട മനുഷ്യൻ ഇപ്പോ എങ്ങനെ ഇറങ്ങിപ്പോയെന്ന് ആങ്കർ കണ്ടോ? നല്ല തൂവെള്ള കതർ വസ്ത്രം ധരിച്ച് അദ്ദേഹത്തിന് പ്രഭാത കൃത്യം നടത്താൻ അവസരം കൊടുത്തില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതാവിന്റെ ആക്ഷേപം. ഇരിക്കട്ടെ, പക്ഷേ പ്രഭാത കൃത്യം നടത്താൻ അവസരം കൊടുക്കാത്ത കോൺഗ്രസ് നേതാവ് ഒരു പോലീസുകാരന്റെയും ഇടംവല സാന്നിധ്യമില്ലാതെ മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ച്, തന്റെ വീട്ടിലേക്ക് വന്ന കോൺഗ്രസ് പ്രവർത്തകരോട് സംസാരിച്ച് വളരെ കൂളായിട്ടാണ് ആ പോലീസ് ജീപ്പിലേക്ക് കയറുന്നത്. ഇതാണത്രേ കോൺഗ്രസിന്റെ വേട്ടയാടൽ. ഈ വേട്ടയാടലിനെ കുറിച്ച് ഞാൻ ഇനി വിശദീകരിക്കണം. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഇതിന് ഇരയാക്കപ്പെട്ടു എന്ന് കോൺഗ്രസ് പറയുന്ന ആ നേതാവിന് അങ്ങനെ ഒരു ആക്ഷേപമുള്ളതായിട്ട് നമ്മൾ കേട്ട 15 മിനിറ്റിൽ എവിടെയും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പിന്നെ ആകെ കോൺഗ്രസ് പ്രതിനിധി ചോദിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ, ഞങ്ങളെ ജയ്ക്ക് സാങ്കേതിക പ്രശ്നമുണ്ട്. ജയ്ക്ക് പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. കേൾക്കാമോ? സാങ്കേതിക പ്രശ്നമുണ്ട്. ജയ്ക്ക് കേൾക്കാമോ? പൂർത്തീകരിക്കൂ. കേൾക്കാമെങ്കിൽ പൂർത്തീകരിക്കൂ. കയ്യോടുകൂടെ പിടികൂടപ്പെട്ട തെറ്റിനെ തെറ്റായി പറഞ്ഞ് കുറ്റമേറ്റ് പറഞ്ഞ് അതിനെ തള്ളിക്കളയാൻ നിങ്ങൾക്ക് എന്ത് മടി എന്നുള്ളതാണ് രക്തചുരുക്കം. അതാണ് ചോദ്യം. ആ ചോദ്യത്തിന് മുമ്പിൽ കോൺഗ്രസ് നേതാവിന് 1000 തവണ ചോദിച്ചാലും മറുപടിയില്ല. വേട്ടയാടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് എല്ലായ്പ്പോഴും അദ്ദേഹം നിലവിളിക്കുകയാണ്. എന്നാൽ അതിന് വിക്ടിമൈസ്ഡ് ആയി എന്ന് ഇവർ പറയുന്ന ആ നേതാവിന് ഇതിനെ സംബന്ധിച്ചൊരു ആക്ഷേപമുള്ളതായിട്ട് അദ്ദേഹത്തിന്റെ 15 മിനിറ്റ് സംവാദം ശ്രദ്ധിച്ച നമുക്കാർക്കും ഒട്ടും മനസ്സിലായിട്ടുമില്ല. ശരി, ഓക്കെ. ശ്രീ വി ആർ അനുപ, ഇത് ബെയിലബിൾ ഒഫൻസ് ആണ്. അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി, അദ്ദേഹത്തിന് ജാമ്യം കിട്ടി, അദ്ദേഹം തിരികെ വന്നു, അദ്ദേഹത്തിന് വേണ്ടി മുദ്രാവാക്യങ്ങൾ ഉയർന്നു, അദ്ദേഹം പൊതുപ്രവർത്തനം നടത്തുന്ന കോൺഗ്രസ് പാർട്ടിയുടെ മുഴുവൻ അണികളും നേതാക്കളും അടക്കം അദ്ദേഹത്തിന് പോലീസ് സ്റ്റേഷന് മുന്നിൽ കാവലിൽ നിന്നു. അദ്ദേഹം തിരികെ വന്നു, ധീരാവീര നേതാവെ മുദ്രാവാക്യം വിളികേട്ടു. അദ്ദേഹം എല്ലാ പ്രിവിലേജോടും കൂടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തിരികെ പോവുകയും ചെയ്തു. ഇതിലെവിടെയാണ് രാഷ്ട്രീയ വേട്ട എന്നുള്ളതാണ് ചോദ്യം. കലാപാഹ്വാനം എന്ന് പറയുന്ന വകുപ്പ് ചുമത്തി എന്നുള്ളത് ഞാൻ ആദ്യം മുതലേ പറയുന്നു, അത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് എന്റെ നിലപാട്. അത് എടുത്തു വെച്ചിരിക്കുകയാണോ എന്ന് ഞാൻ ജയ്ക്കിനോട് ചോദിക്കുന്നത് അങ്ങും കേട്ടിട്ടുണ്ടാകും. പക്ഷെ അതിനപ്പുറത്ത് അവനവന്റെ കയ്യിൽ നിന്ന് വന്ന പിഴയ്ക്ക് ഞാൻ വീട്ടുകില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അല്ല, അതൊക്കെ ശരി. ഇവിടെ ജയ്ക്ക് പറയാണ്, ഇത്തരം കൃത്യങ്ങൾ ചെയ്ത ആളുകളെ സംരക്ഷിക്കുന്ന പാർട്ടിയല്ല, നേതൃതലത്തിലേക്ക് ഉയർത്തുന്ന പാർട്ടിയല്ല. കാരായി ചന്ദ്രശേഖരനെ തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനാക്കിയ പാർട്ടിയെ ജയിക്കുന്ന പാർട്ടി. തലശ്ശേരി കാരായി ചന്ദ്രശേഖരൻ ചെയ്ത പുണ്യകൃത്യം എന്താണെന്ന് അറിയോ? കേരളീയ പൊതുസമൂഹം ഇതൊക്കെ കാണുന്നുണ്ട് ജയിക്ക്.
നിങ്ങൾ ഒരു കുറ്റകൃത്യം ചെയ്തവരെ സംരക്ഷിക്കുന്ന പാർട്ടിയല്ല, നിങ്ങൾ ആളുകളെയൊക്കെ സ്ക്രൂട്ടനൈസ് ചെയ്ത് അവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ പാർട്ടി ക്ലാസ്സിൽ പറഞ്ഞാൽ മതി. കാരായിമാരെ സംരക്ഷിക്കുന്ന കാരായി ചന്ദ്രശേഖരൻ ഇപ്പോഴും തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായി അവരോധിച്ച പാർട്ടിയുടെ പുണ്യകൃത്യങ്ങളാണ് ജേക്സി തോമസിനെ പോലെ ഒരാൾ ഇവിടെ ഒന്ന് പറയുന്നത്. നമ്മൾ സൈബർ കേസുകളെ പറ്റി പറയുമ്പോൾ സൈബർ കേസുകളെ പറ്റി പറയണം, രാഷ്ട്രീയ കേസുകളെ കുറിച്ച് പറയണം. സൈബർ കേസുകൾക്ക് പ്രധാനമല്ലേ? അല്ല, ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ധീരജിന്റെ കേസ് പറഞ്ഞാൽ സമ്മതിച്ചു ഇല്ല. അല്ല, രാഷ്ട്രീയ കേസ് പറയും അനുവാദം എന്നൊന്നും കോൺഗ്രസ് മാത്രം ബാധകമായ നിലയിൽ ഇവിടെ ഇല്ല കേട്ടോ. അതല്ല, സൈബർ കേസുകളിൽ മുഖമില്ലാത്ത ആൾക്കൂട്ടങ്ങൾ ചെയ്ത കാര്യങ്ങൾ രണ്ട് ഭാഗത്തുണ്ടാവുന്നേ. മുഖമില്ലാത്ത ആളുകളല്ല നിങ്ങളുടെ KPCC രാഷ്ട്രീയ കാര്യ സമിതി അംഗത്തിന് മുഖമില്ലേ? കൊള്ളാലോ. അല്ല, അതിലും ഗുരുതരം അല്ല. അത് ഇവിടെ ജയിക്ക് പറഞ്ഞ ന്യായം എന്താ? ഇവിടെ ജയിക്ക് പറഞ്ഞത് മാത് കേട്ടില്ല. ജയിക്ക് എന്താ പറഞ്ഞേ? അത് വേണമെങ്കിൽ പരാതി കൊടുക്കട്ടെ. ഇവിടെ ആരാ പരാതി കൊടുത്തത്? എൻ സുബ്രഹ്മണ്യനെതിരെ ആര് പരാതി കൊടുത്തു? ഗോവിന്ദ മാസ്റ്ററുടെ പത്രസമ്മേളനം പിറ്റേ അപ്പം തന്നെ കേസെടുക്കുക. പിന്നെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, എന്താ? അല്ലല്ല, ഞാൻ പറയാം. ജയിക്ക് നിർത്താൻ പറഞ്ഞപ്പോൾ ഞാൻ നിർത്തി. ഇപ്പൊ ജയിക്ക് നിർത്ത്. ഞാൻ നേരത്തെ ജയിക്ക് നിർത്താൻ പറഞ്ഞപ്പോൾ ഞാൻ നിർത്തി. ഞാൻ പറയാം. അവിടെ ജയിക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താ? അരുൺകുമാറിനെതിരെ പരാതി ഉണ്ടെങ്കിൽ ഞങ്ങളോട് കേസ് കൊടുക്കാനാ. ഇവിടെ നിരവധിയായ കേസുകളിൽ വാവർ നട പൊളിച്ചു കളയണമെന്ന് പറഞ്ഞ VHP നേതാവിനെതിരെ പോലും കേസ് കൊടുത്തിട്ട് പിണറായിയുടെ പോലീസ് കേസെടുത്തിട്ടില്ല. ഒരു RSSകാരനെതിരെ കേസെടുക്കാത്ത പിണറായിയുടെ പോലീസ് അർദ്ധ RSSകാരനായ CPMകാർക്കെതിരെ കേസെടുക്കുമോ? കേസെടുക്കില്ലേ? മുഴുവൻ RSSകാർക്കെതിരെ കേസെടുക്കുന്നില്ല. അപ്പൊ പിന്നെ അല്ല, ആ കഥ തന്നെ പറയുന്നേ. എന്ത് സംശയം? ഇവിടെ നിങ്ങൾ എത്ര കേസുകളിൽ 60 വിദ്വേഷ പരാമർശങ്ങൾ കേരളം കേൾക്കട്ടെ, ചർച്ച കേൾക്കുന്നവർ കേൾക്കട്ടെ. നിങ്ങൾ ഈ കലാപശ്രമത്തിന് എൻ സുബ്രഹ്മണ്യനെതിരെ കേസെടുത്തു. മാധു പറഞ്ഞു തന്നെയാണ് കാര്യം. കലാപശ്രമം 60 വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയിട്ടും അതിനെതിരെ കേസെടുത്തിട്ടില്ല. എൻ സുബ്രഹ്മണ്യനെതിരെ കേസെടുത്തത് ഞങ്ങളൊരു അവസരമായി കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർത്തിക്കാണിക്കുക. എത്ര കലാപശ്രമങ്ങൾ, എത്ര കേസുകൾ, എത്ര പേർ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവിടെ FIR പോലും ഇട്ടിട്ടില്ല. എത്ര എണ്ണം കാണിച്ചു തരാം? ഒരു വ്യക്തിയുടെ പേരിൽ 60 എണ്ണം, RSS നേതാക്കളുടെ പേരിൽ വേറെ പല കേസുകൾ, എണ്ണി കാണിക്കാവുന്ന ഒരുപാട് ആൾ കൊടുത്ത പരാതിയിലാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. അതിന്റെ FIR അടക്കം VRN അടക്കം വായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളത്. അങ്ങനെയാണ് ഈ കേസിൽ കോൺഗ്രസ് എടുക്കുന്ന ഒരു നിലപാട് അനുകൂലിക്കാവുന്ന നിലപാടാണ്. അത് വ്യാജ ചിത്രം പങ്കുവെച്ചു എന്നതിന്റെ പേരിൽ കലാപാഹ്വാനം നിലനിൽക്കുന്നതല്ല എന്നുള്ളത്. അത് രാഷ്ട്രീയ വേട്ടയാണ് എന്ന് ആരോപിക്കാം. പക്ഷെ വ്യാജ ചിത്രം പങ്കുവെച്ചു എന്ന ഗുരുതരമായ കുറ്റകൃത്യം, അതും കേരളം ഇന്ന് ഏറ്റവും കൂടുതൽ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി വളരെ പ്രൈവറ്റായ മൊമെന്റ് ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വ്യാജ ചിത്രം ഉണ്ടാക്കി പ്രചരിപ്പിക്കുക എന്ന ഗുരുതരമായ കുറ്റകൃത്യം, രാഷ്ട്രീയത, അത് നിങ്ങളുടെ രാഷ്ട്രീയ കാര്യ സമിതി അംഗം പ്രചരിപ്പിച്ചു എന്നുള്ള കുറ്റത്തെ അഡ്രസ് ചെയ്തതിന്റെ കൂടെയെങ്കിലും, ശേഷം ഞാൻ പറയുന്നില്ല, ചെയ്തിട്ട് വേണം എന്നുള്ളത് ഒരു നിലപാടാണ്. നിങ്ങൾ പോസിറ്റീവ് പൊളിറ്റിക്സ് ഒക്കെ പറയുന്നതാണല്ലോ. അതുകൊണ്ട് ആ നിലയ്ക്ക് കേരള രാഷ്ട്രീയം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.